ഹലോ, ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് ഒരു സിറ്റുവേഷണൽ എപ്പിസോഡ് ഇറക്കാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു അവസരവാദം. നമ്മള് കൊണ്ടുവരുന്നത് ഇപ്പൊ ദുരന്തരൊക്കെ ഇറങ്ങുന്ന സ്ഥിതിക്ക് നമ്മള് സ്പൈ ത്രില്ലേഴ്സിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ഇറക്കാനാണ് പ്ലാൻ. നമ്മൾ പല പല സ്പൈ ത്രില്ലർ ബുക്സുകളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. Let's അനുപേർക്കും start with Day of the Jackal. നിങ്ങൾ ആരെങ്കിലും നമുക്ക് തുടങ്ങണം Day of the Jackal ഡേ ഓഫ് ദി ചെക്കോൾ വെച്ച് തുടങ്ങാം. തുടങ്ങും. ഞാൻ ഇതിന്റെ ആദ്യമായിട്ട് കാണുന്നത് ഇതിന്റെ മലയാളം വേർഷൻ ആണ്, August 1. അപ്പൊ അത് കണ്ടിപ്പം കടുത്ത ആരാധകനായി. കുട്ടിക്കാലത്ത് കാണുന്ന പടമല്ലേ. പിന്നീടാണ് അറിയുന്നത് ഇത് ആക്ച്വലി ഡേ ഓഫ് ദി ചെക്കൽ എന്ന് പറഞ്ഞ വേറൊരു ബുക്കുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഒരു ബുക്കിന് ഒരു ഓറ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് ഈ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഒരുപാട് കഥകൾ കേൾക്കാൻ, ലൈക്ക് കാർലോസ് ദ ജാക്കുളായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കുറെ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ. എനിവേ ഇത് ഇറങ്ങിയ സമയത്ത് ഇറ്റ്സ് കൺസിഡർഡ് വൺ ഓഫ് അൺയൂഷ്വൽ ബുക്സ്. കാരണം ഒരു ലിവിങ് പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്. ചാൾസ് ഡി ഗാൾ, റൈറ്റ്? അതെ, ഹി വാസ് എ വെരി കോൺട്രവേഴ്ഷ്യൽ ഫിഗർ ദാറ്റ് ഈവൻ നൗ. ഈ ബുക്കിന്റെ രസം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, വി ആർ ഫോളോയിങ് ദറ്റ് അസാസിൻ. അതാണ്, വി ആർ ഫോളോയിങ് ദറ്റ് വില്ലൻ. ആൻഡ് നമുക്കത് വി ഹാവ് എ ഫ്രണ്ട് റോ സീറ്റ്. പുള്ളി എങ്ങനെയാണ് ഒരു സെമിത്തേരി പോയിട്ട് പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ മരിച്ചൊരു കുട്ടിയുടെ കല്ലറ അന്വേഷിച്ചു പോകുന്നു. അത് വെച്ച് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അത് വെച്ചിട്ട് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ പുള്ളി പോവുകയാണ്. അപ്പം അത് ഇത് വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ്. ഐ തിങ്ക് ദിസ് വാസ് വൺ ഓഫ് ദ ഓതേഴ്സ് ഫസ്റ്റ് ബുക്ക് അല്ലേ? ഫെഡറിക് ഫോർസിത്ത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് ആണ്. And it is his most iconic book. മോസ്റ്റ് ഐക്കോണിക്. ഇറ്റ്സ് കൺസിഡർ ഹിസ് ബെസ്റ്റ് ഓൾസോ. ഞാൻ എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ്സോ ആ സമയത്ത് എന്തോ വായിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫുള്ള് മറന്നുപോയി, ഏകദേശം ഫുള്ള് മറന്നുപോയി. ഇനിയിപ്പം തിരിച്ചൊന്നുകൂടെ പോയി വായിക്കണം. ഇന്നത്തെ ഈ ദിവസം ഇത് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ എന്ന്. മൂവിയും ഉണ്ടായിരുന്നല്ലോ, ജീൻ ഹാക്ക്മാൻ അല്ലേ? ജീൻ ഹാക്ക്മാൻ ആണോ? 70s ഇറങ്ങിയ മൂവിയാണ്. ആക്ടേഴ്സിന് ഓർമ്മയില്ല, പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ വില്ലന് അങ്ങനെ ഒരു എന്താ പറയാ, പുള്ളീനെ ഇവൻ മലയാളത്തിൽ പോലും ഇപ്പൊ ക്യാപ്റ്റൻ രാജുവിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപ്റ്റൻ രാജുവിന്റെ അത് കാണിക്കുന്ന പോലെ ഇതില് വില്ലന് വലിയ എന്താ പറയാ പ്രാധാന്യമൊന്നുമില്ല. ഓഗസ്റ്റ് 15 ആയിരുന്നില്ലേ? ഓഗസ്റ്റ് 15 അല്ലേ? ഓഗസ്റ്റ് 15 15 അത് പിന്നെ ഒന്നാക്കിയത്. ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 15 പിന്നെ അതൊരു സീക്വൽ വന്നതാണ്. അത് അത്ര വലിയ സംഭവം. പക്ഷെ ഇത് ചാടി വെടിവെച്ച് അവസാനിക്കണ പടം. ഇതിന്റെ ഒരു മോഡേൺ വേർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഇയാളുടെ ബ്രൂസ് വില്ലീസിന്റെ ഒരു പടമല്ലേ? ബ്രൂസ് വില്ലീസും എനിക്ക് തോന്നുന്നത് റിച്ചാർഡ് ഗിയർ ആണോ അതോ റിച്ചാർഡ് ഗിയർ ആണെന്ന് തോന്നുന്നു. അതിൽ മറ്റേ ഒരു ഐക്കണിക് സീൻ ഉണ്ട്. അതായത് ആ പടം അത്ര വലിയ വിജയമൊന്നും അല്ല, പക്ഷെ എന്നാലും അതിൽ കുറച്ചുകൂടി മോഡേൺ റീടെല്ലിംഗ് ആണ്. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ജാക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു, ആ ഗണ്ണുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരു ഓട്ടോമാറ്റിക് ഗണ്ണുണ്ടാക്കി കൊടുത്തിട്ട് സിഗരറ്റ് കാണിച്ച് പുള്ളീനെ വെച്ചിട്ട് എയിം ചെയ്യുന്നത്. അപ്പൊ ഇവൻ പറയും കുറച്ച് എയിം എങ്ങോട്ടോ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഇവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ ആ സിഗരറ്റ് വെച്ച് കൊടുക്കും, ഒരു സിഗരറ്റ് പാക്കറ്റ്. എന്നിട്ട് അത് പിടിച്ചവിടെ നിൽക്കാൻ പറയും. അവനറിയാം പോക്കാണെന്നുള്ള കാര്യം, അവനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവന്റെ കൈ പോകും ആദ്യം, പിന്നെ ഇവനെ ഷൂട്ട് ചെയ്ത് അങ്ങ് തീർക്കും. ഇതില് മറ്റേ പക്ഷെ ഇതിന്റെ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ് നോവലിന്റെ. ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ 70s മൂവി തന്നെയാണ്. കാരണം പുതിയ സീരീസ് വന്നപ്പോൾ നമ്മുടെ ആളുടെ പേരെന്താ, സീരീസ് ഒന്നുമില്ലായിരുന്നു ലേറ്റസ്റ്റ്, ആ വെബ് സീരീസ് എഡി റെഡ്മേന്റെ. അപ്പോൾ അതില് ഒരു ലവ് ഒരു ആംഗിളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ ഒരു പേഴ്സണൽ ലൈഫിന്റെ ആംഗിളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേതിൽ ഭയങ്കര ഇമോഷൻലെസ് ആയിട്ടല്ലേ, നോവലിലും അതെ ഫസ്റ്റ് മൂവിയിലും അതെ, ഒട്ടും ഇമോഷൻ ഇല്ലാത്ത വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു കില്ലറാണ്. ഭയങ്കര പെർഫെക്റ്റ് ആണ് പുള്ളി. ആളെ ഒരിക്കലും പൊക്കാൻ പറ്റില്ല, ആ അവസ്ഥയിലാണ് പുള്ളി കൊണ്ടുപോകുന്നത്. ഡോട്ട് എവരി അല്ലെ നമ്മള് എനിക്ക് ഈ ബുക്കിന്റെ ഒരു സിനോപ്സിസ് എന്റെ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഓർമ്മ.
one of the books where you root. നമ്മൾ വിചാരിക്കും ഇയാള് ജയിക്കണം, വില്ലനാണ്, ഇയാൾ കൊല്ലാൻ പോവാണ് ചാൾസ് ഡി ഗോളിനെ നമുക്ക് അറിയാം, എങ്കിലും സംവെയർ യു വാണ്ട് ഹിം ടു വിൻ. ഓഫ് കോഴ്സ് വി നോ, ആസ് ഹിസ്റ്ററി സ്റ്റാൻഡ്സ് അങ്ങനെയല്ല സംഭവിച്ചത് നമുക്കറിയാം, നോട്ട് എ സ്പോയിലർ അഗൈൻ. പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദോസ് ബുക്സ് നമ്മൾ വായിച്ച് ബുക്ക് അടച്ചു കഴിയുമ്പോൾ യു വുഡ് വോണ്ട് ടു go back and read through everything to make sure you've read everything correctly, because the ending is such a big surprise. It's അത് more, പറഞ്ഞ് സ്പോയിൽ ചെയ്യണ്ട, ബട്ട് ഇല്ല, it's like a roller coaster മുകളിൽ കൊണ്ട് നിർത്തിയേക്കാണ് നമ്മളെ, താഴത്തേക്ക് ഇടുവോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടാ എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനത്തെ ഒരു അതാ ഫീലിംഗ് ഉള്ള ഒരു ബുക്കാണത്. ക്ലൈമാക്സ് പുള്ളി Hence തുറച്ചു ആണ് പോയിട്ട് പുള്ളിയുടെ ഓറോ പോകുന്നില്ല. അതെ അതെ ഓറ. ആ, ഈ ഓഗസ്റ്റ് 1 മറ്റേ മമ്മൂട്ടി സല്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടറിന്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളി സല്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ട് ഞാൻ പടം കണ്ടിട്ട് ഓർമ്മയില്ല, പക്ഷെ ഈ ഇടയ്ക്ക് ട്രോളിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. പുള്ളി അത്രയും പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ എനിക്കറിയില്ല ഇതെന്താ ഇതുള്ളതാണോ ഇല്ലയെന്ന്. പടം കണ്ടിട്ട് എനിക്ക് മുഴുവൻ കണ്ടായിട്ട് ഓർമ്മയില്ല. ആരും അതിനകത്ത് ട്രോളിലും പറഞ്ഞിട്ടുണ്ട്, മീമും കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഫ്രെഡറിക് ഫോർസിത്ത് പുള്ളിക്ക് വല്ല മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. കാരണം ഇതിനകത്ത് ഈ സ്നൈപ്പർ റൈഫിളിനെ പറ്റിയിട്ട് കുറേയൊക്കെ അത് സെറ്റപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇയാളെ പറ്റിയിട്ട് ഇപ്പോൾ ഫ്രെഡറിക് ഫോർസിത്തിൻ്റെ നെഗോഷിയേറ്ററിനെ പറ്റിയുള്ള ഒരു 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 തിയറി കൂടി അവൈലബിൾ ആണ്. ഇപ്പോൾ രാജീവ് ഗാന്ധി അസാസിനേഷൻ്റെ സമയത്ത് ആ ബുക്കിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു 2 പേജ് 3 പേജ് അങ്ങാണ്ട് ബെൽറ്റ് ബോംബ് ഉണ്ടാക്കാനുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അതിനകത്തുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. കാരണം ഈ മറ്റേ ഇപ്പോൾ ഇയാൻ ഫ്ലെമിംഗ് ആയാലും അല്ലെങ്കിൽ മറ്റേ ടോം ക്ലാൻസി ആയാലും നമ്മുടെ മറ്റേ റീച്ചർ സീരീസ് എഴുതിയ ആളുണ്ടല്ലോ, ലീ ചൈൽഡാണോ, ഇവരൊക്കെ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. എനിക്കറിയില്ല ഫോർസിത്തിന് അത് ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ ഈ നെഗോഷിയേറ്ററിനെ പറ്റിയിട്ട് ക്ലൈവ് കസ്ലറും ഉണ്ടല്ലോ ക്ലൈവ് ഇതുപോലത്തെ. കസ്ലറുണ്ട്. പുള്ളി മറ്റേ നേവൽ വാർഫെയർ അങ്ങനത്തെ ടൈപ്പ് ഇതല്ലേ പുള്ളി. പുള്ളി ഇയാള് റോയൽ എയർ ഇതായിരുന്നു, പൈലറ്റ് ആയിരുന്നു. ഓക്കെ, RAF ആയിരുന്നല്ലേ. അപ്പോൾ ഈ ബെൽറ്റ് ബോംബിൻ്റെ കേസ് പറഞ്ഞിട്ട് അന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. വളരെ പോപ്പുലർ ബുക്കാണ്. അപ്പോൾ ഫ്രെഡറിക് ഫോർസിത്ത് ഇൻ എ വേ മറ്റേ ഈ LTT രാജീവ് ഗാന്ധി അസോസിയേഷന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന രീതിയിലൊക്കെ ഒരു തിയറി ഉണ്ട്. അപ്പോൾ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എക്സ്ട്രീംലി വളരെ അതുപോലെ സ്നൈപ്പർ റൈഫിൾ വളരെ ഡീറ്റെയിൽഡ് ആണ്. അതായത് ആ മറ്റേ എയറിൻ്റെ, എനിക്ക് അത്രയും കാലം ഈ സ്നൈപ്പർ റൈഫിൾ എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് വെടിവെക്കുന്നു, ആളെ കൊല്ലുന്നു എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിലുണ്ടെന്നുള്ള കാര്യം അറിയില്ല. അതായത് എയർ റെസിസ്റ്റൻസും വിൻഡ് എങ്ങോട്ടാണ് എന്നനുസരിച്ചിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യവും എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ടാർഗറ്റ്, ബട്ട് ഗ്രാവിറ്റി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ടാർഗറ്റിന് ഇത്രയും മുകളിൽ മാത്രം ഡിപ്പുണ്ട്. അപ്പോൾ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ടാർഗറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറയുന്നുണ്ട്. കുറേയൊക്കെ ഒരു ഡീറ്റെയിൽ ഒക്കെ ഇരുന്നിട്ടുണ്ട്. വിൻഡിന് വേണ്ടി അക്കൗണ്ട് ചെയ്യണം. വിൻഡുണ്ട്, ഡിപ്പുണ്ട്. അതിന്റെ ഒരു എക്സ്ട്രീമാണ് മറ്റേ ആഞ്ചലീന ജോളി പടത്തില് ബുള്ളറ്റ് വളയ്ക്കുന്നത്. വാണ്ടഡ് അല്ലേ? വാണ്ടഡ്. നമ്മള് ഈ LTT കണക്ഷൻ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് പറയണം. അപ്പൊ ഓഗസ്റ്റ് 1 ക്ലൈമാക്സ് ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ സിനിമയില്, അതില് മുഖ്യമന്ത്രി പരേഡ് ഇത് പട്ടാളക്കാർക്ക് സോറി അതെ പോലീസുകാരുടെ ഇൻസ്പെക്ട് ചെയ്യാണ്. പോലീസുകാരെ നിരന്ന് നിൽക്കുമ്പോ ഇൻസ്പെക്ട് ചെയ്യുമ്പോ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതല്ലേ സീൻ. അത് ആക്ച്വലി രാജീവ് ഗാന്ധി അടിക്കാൻ നോക്കിയായിരുന്നു ശ്രീലങ്കൻ പട്ടാളക്കാരൻ്റെ ഒരാള്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് ആക്ച്വലി ആ സമയത്ത് നടന്നുകൊണ്ട് ചിലപ്പോ അതിൽ നിന്ന് പറിച്ചു നട്ടായിരിക്കും. കാരണം ബുക്കുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. മെൻഷൻ ചെയ്തേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ബുക്ക് വായിക്കുന്നവർക്കും എക്സ്ട്രീമിസം ആവാം. നമ്മള് പറയാ സാധാരണ ബുക്ക് വായിക്കുന്നവരൊക്കെ നല്ല ധാർമ്മിക രോഷം കൂടുന്നത് വിവരം കൂടിയിട്ടുള്ള പ്രശ്നമാണത്. അങ്ങനെയല്ല, വിവരം കൂടിയിട്ടുള്ള നമ്മള് സോഷ്യലി ഭയങ്കര അവെയർ ആയിട്ട് നമുക്കൊരു ഒരു പോയിന്റിനോട് ഭയങ്കരമായിട്ട് യു അലൈൻ ടു ദാറ്റ് പോയിന്റ്, യു ഡു വാട്ട് എവർ യു ക്യാൻ. പിന്നെ വായിക്കുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുമാരെല്ലാം ഇതിലേക്ക് ഇങ്ങനെ കാണുന്നതെല്ലാം നമുക്ക് പോയിന്റ് മീറ്റ് ചെയ്യാൻ. ഫ്രെഡറിക് ഫോർസിത്തിന്റെ
ഞാൻ പറയാം ഇവിടെ മാക്സിമം ധാർമ്മിക രോഷം സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വലിയ കാര്യമാണ്. അല്ല, ഇതുള്ളത് കൊണ്ട് ആൾക്കാർ കുറച്ചൊക്കെ അതൊക്കെ വീട്ടിലിരിക്കുന്നു. വെന്റ് ഔട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആം ചെയർ ആക്ടിവിസ്റ്റിന് ആം ചെയറിൽ നിന്ന് ബഹളം വെക്കാനേ പറ്റുള്ളൂ. പോയിന്റിലെത്തി ഒരു മെജോറിറ്റി ആൾക്കാർക്കൊന്നും അതിനുവേണ്ടി എഫേർട്ട് ഇടാനും ഒന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം യു ഹാവ് ടു പ്ലാൻ സംതിങ്, യു നീഡ് ടു ബി ബിറ്റ് മോർ മെച്യൂർ. ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ ഇതില് ഈ ഫ്രെഡറിക് ഫ്രോസ്റ്റത്തിന്റെ അസാസിന്റെമാരെ ആവണമെങ്കിൽ യു നീഡ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ഡിസിപ്ലിൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലാനിങ്ങും ഡിസിപ്ലിനും. പൊതുവെ ധാർമ്മിക രോഷം കൊണ്ട് തുള്ളുന്നവർക്ക്, ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അത് ആ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ വായ തോന്നുന്നൊക്കെ അടിച്ചു വെക്കുന്നത് കമന്റ് ബോക്സിൽ വന്നിട്ട്. അതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്. കമന്റ് ബോക്സിൽ പോകുക എന്നുള്ളതാണ് ജീവിതത്തിലെ സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വേഴ്സ്റ്റ് വേ ടു വേസ്റ്റ് യുവർ ടൈം ആക്ച്വലി. കാരണം ഫണ്ണി ഓൾസോ. അത് ഞാൻ സമ്മതിച്ചു, ഫണി കമന്റ്സ് ഓക്കെ. ഈ പറയുന്ന അത് നമ്മുടെ ഹ്യൂമാനിറ്റിയെ കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് നെഗറ്റീവ് ആക്കി കളയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ്സ് വായിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇത്രയും വിവരം ഇല്ലാത്ത ആളുകളുണ്ടല്ലോ എന്ന് തോന്നിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി ദ ഹേറ്റ്രെഡ് ഈസ് ക്ലൗഡിങ് ക്യൂരിയോസിറ്റി. അതാണ് സത്യം. ഞാൻ കുറെ കാലമായിട്ട് ഫ്രെഡറിക് ഫ്രോസ്റ്റത്തിനെ കുറിച്ച് മറന്നിരിക്കുക. ഇന്നലെ ഡേ ഓഫ് ദ ജക്കോൾ ഓർമ്മ വന്നു. ഇന്നിപ്പോ ഞാൻ എടുത്തു നോക്കിയപ്പോഴാ പുള്ളിയുടെ കുറെ ബുക്സ് ഞാൻ ആക്ച്വലി വായിച്ചിട്ടുണ്ടോ. മറ്റേ ഒഡീസ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു നാസി കമാൻഡറിനെ തപ്പി പോകുന്നത്, അതൊരു അടിപൊളി കഥയാണ്. അതുമാരെ ഫിസ്റ്റ് ഓഫ് ഗോഡ്, എനിക്കിപ്പോ ഓർമ്മയില്ല. ഹണ്ട് ഫോർ റെഡ് ഒക്ടോബർ. ഹണ്ട് ഫോർ റെഡ് ഒക്ടോബർ മറ്റേ ഇതിന്റെ സബ്മറീൻ ഡിഫക്റ്റീവ് എന്നത് സിനിമ കണ്ടതാണ്. അത് ഫ്രെഡറിക് ഫ്രോസ്റ്റത്ത് അല്ലേ? അറിയില്ല, അത് ഓർമ്മയില്ല. ആണോ? അങ്ങനെ പുള്ളി പൊളിയാണല്ലോ. അത് ഇന്നലെ ഒരു മീം കണ്ടതാണ്. ഐ ഡോണ്ട് ലൈക്ക് ഐ ഡിഡ്ന്റ് റീഡ് ദ ഹണ്ട് ഫോർ ദ റെഡ് ഒക്ടോബർ. അപ്പം അടുത്ത ആളേക്കും വൈ ഐ ഡോണ്ട് ലൈക്ക് സബ് പ്ലോട്ട്സ്. അല്ല, അത് ടോം ക്ലാൻസി ആണ്. ടോം ക്ലാൻസി രണ്ടും ഒരേപോലെ തന്നെ. എല്ലാവരും ഒരേ കടയാണ്. ടോം ക്ലാൻസി, ക്ലൈവ് കസ്ലർ, പിന്നെ ജാക്ക് റയാനെ ക്രിയേറ്റ് ചെയ്ത് ടോം ജാക്ക് റയാൻ. ജാക്ക് റീച്ചർ അല്ലേ? ജാക്ക് റീച്ചർ ലീ ചൈൽഡ്. ജാക്ക് റയാൻ ആണത്. ചെറിയ വ്യത്യാസം. ജാക്ക് റീച്ചറിന്റെ ഒരു സിനിമയുണ്ട് ടോം ക്രൂസറിലെ ഫസ്റ്റ് പാർട്ട്, നെവർ ഗോ ബാക്ക് അങ്ങനെ എന്താണ്. അത് സെക്കൻഡ് ആണ്. ഫസ്റ്റ് പാർട്ട് ഭയങ്കര നല്ലൊരു പടമാണ്. എന്താ പറയാ, നല്ല വെൽ ക്രാഫ്റ്റഡ് ഒരു വെൽ സ്ക്രിപ്റ്റഡ് മൂവിയാണ്. നൈസ് മൂവിയാണ്. പക്ഷെ അതിലൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ ടോം ക്രൂസിനെ ജാക്ക് റീച്ചറായിട്ട് കാസ്റ്റ് ചെയ്യുന്നതിന് എതിരുണ്ടായിരുന്നു ആരാധകര്. കാരണം പുക്കി തന്നെ പറയുന്നത് പുള്ളിയുടെ മനുഷ്യനാണ്, സാസ്ക്വാച്ച് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഇവ തന്നെയാണ്. നമ്മുടെ സീരീസിലുള്ള എന്റെ പേരെന്താ മറന്നു ഞാൻ. വാർ മെഷീൻ കണ്ടു ഞാൻ ഇപ്പൊ ഈ അടുത്ത്. മറ്റേ വാർ മെഷീൻ വന്നിട്ടുണ്ട് പുള്ളിയുടെ. അപ്പൊ ഇതില് പുള്ളിയുടെ കൈയെ പറ്റി പറയുന്നുണ്ട്. സോസർ പോലെ ഇരിക്കുന്ന കൈ എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരാള്. അപ്പൊ ലീ ചൈൽഡ് പറ്റ പുള്ളി ഒരു ഇത് പറഞ്ഞു അവസാനം. ലീ ചൈൽഡ് 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഈ ജാക്ക് റീച്ചർ ചെറിയൊരു റോളായിട്ട് ഒരു ചെറിയ റോള്, മറ്റേ ഒരു എയർപോർട്ടിലൊരു ഏജന്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി പറയുന്നുണ്ട്, അത് നിങ്ങൾ വേറൊരു വേർഷനായിട്ട് കണ്ടാൽ മതി, ഇത് ഡയറക്ടറുടെ വേർഷനാണ്, ക്യാരക്ടറിന്റെ പേര് തന്നെ വേറൊരു ജാക്ക് റീച്ചർ എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു ആരാധകരോട്. ആ പടം ഇറങ്ങിയപ്പോ അതിനെ ഞാൻ പ്രേസ് ചെയ്ത് ഞാൻ പോസ്റ്റ് ഇട്ടു. അതിന്റെ കീഴിൽ കുറെ ഹേറ്റേഴ്സ്, ബുക്ക് വായിച്ചിട്ടുള്ളവർ. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. അപ്പൊ അവര് വന്നിട്ട് എന്റെ മനസ്സിലുള്ള ജാക്ക് റീച്ചർ ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഐ തിങ്ക് ജാക്ക് റീച്ചർ ഷുഡ് നോട്ട് സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ക്രൗഡ്. അതാ എനിക്ക് ഫീൽ ചെയ്തത്. He can't be too much tall or heavy. But in that movie, I think Tom Cruise did justice because പുതിയതിനകത്ത് നല്ലൊരു ഫൈറ്റ് ഉണ്ട്. ഒരു ബാർ സീൻ ഒക്കെ ഉണ്ട്, ഫൈറ്റ് സീൻ ഉണ്ടല്ലോ. അത് മറ്റേ പൊക്കിക്കൊണ്ട് പോകുന്നില്ല, 5 പേരോട് പറയുന്നില്ല, നീ ഓടും, 2 പേരും ഓടുന്ന അവസാനം 3 കാര്യം ഞാൻ തീർക്കും. മറ്റവനാണല്ലേ മറ്റേ സ്ട്രൈക്കറായിട്ട് അഭിനയിക്കണല്ലേ, വില്യം സ്ട്രൈക്കറായിട്ട് എക്സ്പെനിലുള്ളവനാണ് ഇവരുടെ ലീഡർ.
ആ, അവൻ ഏർപ്പെടുത്തുന്ന ആൾക്കാരാണ്. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എന്തായിരുന്നു രേഖ? ഫ്രെഡറിക് ഫോർസിത്ത്. Frederick Forsyth, if you've not started, it's an amazing series. Anyone can start on because it will not disappoint. അത് ഐ തിങ്ക് പുള്ളിയുടെ എല്ലാ ബുക്കും ആൻഡ് ദർ ഓൾ ഇൻഡിപെൻഡന്റ് ബുക്സ്. അതായത് ഈ ബുക്ക് വായിച്ചിട്ട് മറ്റേ ബുക്ക് വായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് ലവ്ലി ഇൻ ദിസ് വേൾഡ് ഓഫ് സീരീസ് മാർക്കറ്റിംഗിന്റെ വേൾഡിൽ ഫ്രെഡറിക് ഫോർസിത്ത് സ്റ്റാൻഡ്സ് ഔട്ട്. എല്ലാം ഇൻഡിപെൻഡന്റ് ബുക്സ് ആണ്. ഓൾദോ യു സംടൈംസ് വോണ്ട് ടു, ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് മറ്റേ അസാസിന് ഒരു കഥയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ സ്വരം നന്നായപ്പോൾ പുള്ളി പാട്ട് നിർത്തി, റോളർ കോസ്റ്ററിന്റെ മോഡൽ തീർത്ത് നമ്മൾ നിർത്തി. തിങ്ക് ആ temptation to continue on a character that you have established, you have created a relationship with this വളരെ വളരെ കൂടുതലാണ് ഏത് ഓഥറിനായാലും. എന്താണ് അടുത്ത പുസ്തകം വേറൊരെണ്ണം ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചതാണ്. ഞാൻ നല്ല ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് വായിച്ചതാണ് റെഡ് റോബിൻ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഇസ് എ ഫീമെയിൽ സ്പൈ ത്രില്ലർ. ഒരു റഷ്യയിലെ ഒരു സ്പൈ ആയിട്ട് ഒരു പെണ്ണിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇറ്റ് വാസ് സർപ്രൈസിംഗ്ലി ഗുഡ്. എന്ന് പറഞ്ഞാൽ ആ സ്പൈ ട്രെയിനിങ്ങും അവരുടെ മിഷൻസും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയുക, എക്സ്ട്രീംലി വയലന്റ് ആൻഡ് ഗ്രാഫിക് സെക്സ് സീൻസ്. ഇത് രണ്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. ബട്ട് ഇറ്റ് ഈസ് റിയലി റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വായിച്ചൊരു പുസ്തകമാണ് അത്. ഒരു പെണ്ണിനെ ബേസിക്കലി കൺവേർട്ട് ചെയ്യുന്നതാണ് സ്പൈ ആയിട്ട്. പിന്നെ ഇനീഷ്യലി ഷീ ഈസ് ലൈക്ക് എന്താ പറയുക, അറപ്പാണ് പുള്ളിക്കാരത്തേക്ക്. ഒന്നും ചെയ്യാനൊരു ഫുൾ ഹോൾ ഹാർട്ടഡ് അല്ല. പിന്നെ ഹൗ ഷീ ഡെവലപ്സ് ഇൻ ടു എ മിഷൻ എന്നുള്ളതാണ്. നല്ല നല്ല ബുക്കാണ് റെഡ് റോബിൻ. റെഡ് സ്പാരോ പോലൊക്കെയാണ്. റെഡ് സ്പാരോ സിനിമയാണ്. എന്താണ്? ചോദിക്കാൻ വന്നായിരുന്നു. മറ്റേ ഇവളുടെ പടം അല്ലേ? ജെന്നിഫർ ജയിലോ അല്ല, ഞാൻ കണ്ടിട്ടില്ല. ജയിലോ ആണോ? ലോറൻസ്, ജെന്നിഫർ ലോറൻസ്. അതും ജയിലോ അതും ജയിലോ. അത് വേറെ ജയിലോ. ജയിലോ ഒന്നേ ഉള്ളൂ. അനോ ഉം. ജയിലോ. ഈ റെഡ് റോബിന്റെ ഓഥർ ആരാ? സോറി പറഞ്ഞു. ഞാൻ ഇപ്പൊ നോക്കി പറഞ്ഞുതരാം. നോട്ട്സ് എഴുതി ലൈബ്രറിയിൽ അതെ നോട്ട്സ് പലയിടത്തും. സോറി, റെഡ് സ്പാരോ തന്നെയാ. റെഡ് സ്പാരോ അല്ല, റെഡ് റോബിൻ അല്ല, റെഡ് സ്പാരോ. റെഡ് സ്പാരോ സിനിമ ഉണ്ടോ? നല്ല സിനിമയാണോ? കുഴപ്പമില്ല. മറ്റേ ജെയിംസ് മക്കവോയ് ഇല്ലേ ഇതിനകത്ത്? ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ. രണ്ട് ഏജൻസ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഒരു ബ്രിട്ടീഷ് ഏജന്റ് ആണെന്ന് തോന്നുന്നു. അല്ല, പുള്ളിക്കാരിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ആ സമയത്ത് ഒരുപാട് സിനിമകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അറ്റോമിക് ബ്ലോണ്ടി, റെഡ് സ്പാരോ, ആ ടൈപ്പ് പടങ്ങൾ ഒരുപാട് കണ്ടത്. ഓക്കെ, ഇന്ത്യക്ക് റോ എന്ന് പറഞ്ഞിട്ടൊരു സ്പൈ ഇതുണ്ടല്ലോ, ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ്. എത്ര വയസ്സിലാണ് അങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്ന് അറിഞ്ഞത്? ഏകദേശം സീക്രട്ട് ഏജന്റ് വിക്രം. സീക്രട്ട് ഏജന്റ് വിക്രം. അതെ, വിക്രം പൂമ്പാറ്റ. കഷ്ടം, ഞാനിത് വായിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കോളേജിൽ എന്റെ അതുവരെ എന്റെ വിചാരം CID-യും CBI-യും ആണ് നമ്മുടെ മെയിൻ ആൾക്കാരെന്നാണ്. ഞാൻ കോളേജിൽ എത്തിയപ്പോൾ അറിഞ്ഞത് റോ എന്നൊരു ഏജൻസി. ഞാൻ എന്റെ സ്പെല്ലിംഗ് RO എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. RAW. അതെനിക്ക് റിസർച്ച് ഒരുമിച്ച് എല്ലാം ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. മലയാളത്തിലുള്ള എഴുതുള്ളൂ. റോ ഏജന്റ് എന്ന് പറയുമ്പോൾ റോ അപ്പൊ അന്ന് ആരും എന്നോട് പറഞ്ഞു അവര് റോ ഫീമെയിൽ ഏജന്റ്സിനെ ഹയർ ചെയ്യില്ല ബിക്കോസ് ദേ വെരി ഈസി ടു സ്പോട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു വിമൻ ആക്ച്വലി മേക്ക് ദ ബെസ്റ്റ് സ്പൈസ്. ഒരു have you noted they very intuitive about things. They can read between the lines very easily. തെറ്റിപ്പോകും കുറച്ചൊക്കെ, പക്ഷെ എന്നാലും 80-90% ഇൻസ്റ്റിങ്ക്റ്റ്, വിമൻസ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അധികം നേരം വേണ്ട. A പറഞ്ഞ കാര്യം B പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും. ഇതിലൊരു C ഉരുത്തിരിഞ്ഞു വരുന്നില്ലേ? The original token prediction algorithms. World's most notorious spy was a female. Matahari. പക്ഷെ അല്ല, ഐ തിങ്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് യൂണിറ്റ്സിൽ ഐ തിങ്ക് they probably make a very good asset. അങ്ങനെ മേ ബി നോട്ട് as field agents. അന്ന് പറഞ്ഞ ആൾ പ്രോബബ്ലി ടോക്കിംഗ് അബൌട്ട് ഫീൽഡ് ഏജൻസ്. നമ്മൾ സ്പൈ എന്ന് പറയുമ്പോൾ ഫീൽഡ് ഏജന്റിനെയാണല്ലോ മനസ്സിലാദ്യം കാണുന്നത്.
അല്ല don't ബ്രോ, know. Maybe I feel ഫീമെയിൽസിനെ that. എടുക്കും, ഫീമെയിൽസിനെ എടുക്കും ബ്രോ, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ they might be side chicks ആയിരിക്കും. ഇങ്ങനെ ഒരു കവറിന് വേണ്ടി കൂടെ നടക്കുന്നവരായിരിക്കും, എനിക്ക് സംശയം. കത്രീന അല്ലാതെ കൈഫാ. ആ കവറിന് വേണ്ടി നടക്കുന്നവരുണ്ട്, പക്ഷെ എന്നാലും there are people, എല്ലാ ടൈപ്പ് ആൾക്കാരും. പലപ്പോഴും സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും കേറാനുള്ളൊരു ഇതുണ്ട്. correct. ലൈക്ക് other people will drop their defenses around Guard. women. Guard around. So ഇവനാണ് അതൊക്കെ നമ്മുടെ മറ്റേ സിനിമ ഏതായിരുന്നു, ലോകേഷ് കനകരാജിന്റെ ഒരു വിക്രം കമലഹാസന്റെ വിക്രം. വിക്രം വിക്രം അതിന്റെ സെക്കൻഡ് പാർട്ട്, ആ ഒരു വീട്ടിലെ മെയ്ഡ് പെട്ടെന്ന് ടീന, ഏജന്റ് ടീന. ഏജന്റീന ഏജന്റീന അതെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സീക്വൻസ് ആണ് പുള്ളിക്കാരത്തിന്റെ എടുക്കുന്ന ഒരു ഡീപ് കവറാണ്, അങ്ങനത്തെ ഡീപ് കവർ. ട്രാൻസ്ഫോർമേഷൻ. ഡീപ് കവർ അതുമാര് യേ തോ ഹമാരി നാനി നിക്കലി എന്ന് പറഞ്ഞിട്ട് അതില്ല, ബേബിയിലെ അക്ഷയ് കുമാറിന്റെ അമ്മ ഇവര് അത് അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്. അഗൈൻ അൺഅസ്യൂമിങ് പീപ്പിൾ ഹു സഡൻലി ടേൺ ഔട്ട് ടു ബി സെൽ ട്രാക്സ് കളർ. നിങ്ങള് ബോഡി ഓഫ് ലൈസ് കണ്ടിട്ടുണ്ടോ? റിഡ്ലി സ്കോട്ട് റസൽ ക്രോ, കാപ്രിയോ. റസൽ ക്രോ. ഡികാപ്രിയോ. അതും ഒരു അണ്ടർ കവർ സ്റ്റോറിയാണ്. അത് എനിക്കൊരു പുസ്തകം ബേസ്ഡ് ആണെന്ന് തോന്നുന്നു, കാരണം അതിന്റെ എഴുത്തൊക്കെ അത്രയും കിടിലമാണ്. അത് ഇറ്റ് റിയലി ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൗണ്ട് ഏജൻസ്. സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ ഒരു ഗ്രൗണ്ട് ഏജന്റിനെ മറ്റേ ഇവരുടെ ഒരു ഡിഫക്ടർ ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഡിക്കാപ്രിയോക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന അയാൾക്ക് അസൈലം പ്രോമിസ് ചെയ്തിട്ടാണ് ഇങ്ങേര് നമ്മുടെ റസൽ ക്രോ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവസാനം അവനെ കൈയൊഴിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേ മാർക്ക് സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ ഇതുപോലെ ഒരു അണ്ടർ കവർ ഏജന്റിനെ പ്ലാൻ ചെയ്തിട്ട് ഹൗ ഹി മേക്സ് ദാറ്റ് പേഴ്സൺ ആൻ ആസെറ്റ് എന്നുള്ളതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഉഗ്രൻ സാധനം. അതിൽ ബേസിക്കലി ആ പേടി ഉണ്ടല്ലോ ഈ അണ്ടർ കവർ ഏജൻസിന്, ആ കോൺസ്റ്റന്റ് ഫിയർ ഓഫ് ബീങ് ഫൗണ്ട് ഔട്ട്, അത് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഡിക്കാപ്രിയോ നല്ലപോലെ അത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വേറൊരു, അത് ഇന്റർനാഷണൽ അല്ലെന്നേ ഉള്ളൂ, അത് ഡൊമസ്റ്റിക് അണ്ടർ കവർ ആണ്. ആക്ച്വലി ഡിപ്പാർട്ടഡിന്റെ ഒറിജിനൽ ഉണ്ട്, ഇൻഫേർണൽ അഫയേഴ്സ്. അത് ഉഗ്ര സാധനമാണ്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽ ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ടഡിൽ ഇല്ല, അതിനുള്ള സംഭവം ഇല്ലെന്ന്. ഞാൻ ആദ്യം ഡിപ്പാർട്ടഡാണ് കണ്ടത്. എനിക്ക് പക്ഷേ കാര്യം എല്ലാവരും എൻ്റെ ഫേവററ്റ് ആൾക്കാരാണ് അതിലിരിക്കുന്നത്. ഞാൻ അവസാനം ആ സീൻ ഇല്ലെങ്കിൽ എനിക്ക് മാർക്ക് വാൾബർഗിൻ്റെ അല്ല ഇവനെ എന്താ പറയുക, എൻ്റെ പേരെന്തോന്നായിരുന്നു, മറ്റേ പോലീസുകാരൻ്റെ കാലിൽ മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നില്ലേ ഒരുതൻ, വാൾബർഗ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പടം ഇടച്ച് പോയേനെ, ടിറ്റ് ഫോർ ടാറ്റിലേക്ക്. ഇതിൽ ഓരോ സീനിലും മറ്റേ ആ ക്രോസ് ഉള്ള സൈൻ വരുമ്പോൾ ഒരാൾ മരിക്കും എന്നാണ് അതിന്റെ ഒരു ഇതുണ്ട്, ഫാൻ തിയറി ഉണ്ട്. ഫാൻ തിയറി അല്ല, അത് ഡീറ്റെയിലിംഗ് ആണ്. ക്രോസ് വന്ന അതിലൊരു സീനിൽ ഒരാൾ മരിക്കും. അപ്പോൾ ഞാൻ ലിഫ്റ്റ് സീനൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു, ലിഫ്റ്റിനകത്തുള്ള ഷൂട്ട് ഔട്ടൊക്കെ. അനുവ് പറയുമായിരുന്നു, ഞാൻ ഇടയ്ക്ക് കയറി, സോറി. പറയായിരുന്നു അതില് നമുക്കൊരു അണ്ടർ കവർ ഏജന്റിന്റെ സ്ട്രെസ് ശരിക്കും ഫീൽ ചെയ്യണം. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തു. ഈ ഞാൻ ലോക്ക്ഡൗണിന്റെ സമയത്ത് കുറച്ച് പഴയ പടങ്ങൾ ഈ YTSനകത്തൊക്കെ ഉള്ള അവിടെ നിന്ന് എടുത്തിട്ടൊക്കെ ഒരുപാട് പഴയ പടങ്ങളാണ്, 70s ഉള്ള. അങ്ങനെയാണ് ഈ ഡേ ഓഫ് ദ ജാക്കാൾ, 3 Days of the Condor, അങ്ങനത്തെ ഒരു പടമൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു മറ്റേ റോബർട്ട് റെഡ്ഫോർഡിൻ്റെ, എന്നെ സംബന്ധിച്ച് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ റോബർട്ട് റെഡ്ഫോർഡാണ് അന്നും ഇന്നും. ടോം ക്രൂസ് ഒന്നും അതിൻ്റെ അടുത്തെത്തിയിട്ട് പോലും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതല്ല എനിക്ക് പറയാൻ വന്നത്, ഇപ്ക്രിസ് ഫയൽ എന്നൊരു പടമുണ്ട്, പഴയ പടമാണ്. അത് ബേസ്ഡ് ഓൺ എ നോവലാന്ന് ആ പടം കണ്ട് അതിൻ്റെ ഒരു വിക്കി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. നായകൻ ആരെന്നറിയാം, മൈക്കിൾ കെയ്നാണ്. മൈക്കിൾ കെയ്ൻ അങ്ങ് നമ്മുടെ മൈക്കിൾ കെയ്നെ മനസ്സിലായില്ലേ? മറ്റേ മൈക്കിൾ കെയ്ൻ പഴയ മൈക്കിൾ കെയ്ന്റെ സുന്ദരനായിരുന്ന വേർഷൻ, വളരെ യങ് ആയിരിക്കും. ഇറ്റാലിയൻ ജോബിലൊക്കെ കാണണം. ഓ അടിപൊളിയാണ് പുള്ളി. ഇതൊരു സ്പൈ ഏജൻസി ആക്ച്വലി. ഇത് തന്നെയാണ് MI5 തന്നെയാണ്, പക്ഷെ പറയുന്നില്ല MI5 ആണെന്ന്.
MI5 റീജൻ പാർക്കിൽ ഒരു ഓഫീസ് ഉണ്ട് ശരിക്കും. ആക്ച്വലി റീജൻ പാർക്കിൽ നമുക്ക് അവിടെ പോയാൽ കാണാം MI5 ഓഫീസ്. വലിയൊരു ബിൽഡിംഗ്, അതിൻ്റെ അപ്പുറത്ത് ഇതൊക്കെയാണ് മറ്റേ കമ്പി വേലി, അതിൻ്റെ അപ്പുറത്ത് കുറേ വലിയ കോംപ്ലക്സ് ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനൊരു സ്ഥലമേ ഇല്ല. കാരണം ഇതൊരു എക്സ്പോർട്ട് കമ്പനിയാണ് ആസ് എ ഫ്രണ്ട്. അങ്ങനെയാണ് കാണിക്കുന്നത് MI5. ഹാരി പാമർ എന്നാണ് ഏജന്റിന്റെ പേര്. ശരിക്ക് ജെയിംസ് ബോണ്ട് തന്നെയാണ്. കാരണം പുള്ളിക്കാണ് ജെയിംസ് ബോണ്ടിന്റെ പ്രിക്കേഴ്സറാണ് ഇദ്ദേഹം. കാരണം ആള് ഹി ഡസൻ പ്ലേ ബൈ റൂൾസ്. ആൾക്കൊരു ചെറിയ ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ട്. പുള്ളിയുടെ ക്രിമിനൽ ഹിസ്റ്ററി ഒക്കെ ഏജൻസി കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കാണ് പുള്ളീനെ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇപ്ക്രിസ് ഫയൽ എന്ന് പേരുള്ള സാധനത്തിന് പോലും അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു തരം ബ്രെയിൻ വാഷ്. കുറച്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് മരിക്കുന്നു. ഇവരുടെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്ക് എന്നൊന്നുമല്ല പേര്. അതായത് നമ്മുടെ MI5 ഓരോ പക്ഷികളുടെ പേരാണ്. എനിക്ക് തോന്നുന്നത് ഹൗസ് മാർട്ടിൻ, ബ്ലൂ ജേ, അങ്ങനെയൊക്കെയാണ് ഇവരുടെ കോഡ് നെയിംസ്. അപ്പം അതിൽ നമ്മുടെ ഈ ഇപ്ക്രിസ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ വിചാരിക്കും ഒരാളുടെ പേരാണ്. പക്ഷെ അത് റിവീൽ ചെയ്യുന്നുണ്ട് അവസാനം ടുവേർഡ്സ് ദി എൻഡ് അത് എന്താണെന്ന്. ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് മാത്രമല്ല, സിസ്റ്റമാറ്റിക്കലി അയാളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അയാളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത് സീക്വൻഷ്യലായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നമുക്ക് മനസ്സിലാവുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ആ സീനുകൾ എന്നുള്ളത്. വളരെ പഴയ പടമാണെങ്കിലും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഇതുമില്ല, പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ല, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, വെറുതെ ലവ് ആംഗിളോ അങ്ങനത്തെ ഒരു എന്താ പറയുക ജെയിംസ് ബോണ്ട് പടങ്ങളിലുള്ള പോലെ ഒരു എനിക്കിപ്പോൾ തോന്നുന്നു പണ്ടത്തെ പടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പടങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്ത ഡീവിയേഷൻസ് ഒന്നുമില്ല. ഒരു തരം ഡീവിയേഷനും ഇല്ലാത്ത നല്ലൊരു സിനിമയാണ് ഇപ്രിസ് ഫയൽ. പറ്റിയാൽ കണ്ടു നോക്കണം. അതിൻ്റെ നോവല് എഴുതിയ ആളുടെ പേര് ലെൻ ഡെയ്റ്റൺ അങ്ങനെ എന്താണ്ടായിരുന്നു ആളുടെ പേര്. പണ്ട് കുറേ ഇതുപോലത്തെ അടിപൊളി സ്പൈ ത്രില്ലേഴ്സ് മാത്രം എഴുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ലെക്കാരെ, മറ്റേ മാൻ ഹൂ കെയിം ഇൻ ഫ്രം ദ കോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട് പുള്ളിയുടെ. അങ്ങനെ കുറേ ഞാൻ വായിക്കാൻ നോക്കി. എനിക്ക് ഇപ്രിസ് ഫയലിൻ്റെ എടുത്ത് വായിക്കാൻ നോക്കി, എനിക്കതങ്ങ് നീങ്ങിയില്ല. അതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ബട്ടർഫ്ലൈ ബുക്കില് ലെക്കാറെ ഇതിന്റെ മാസ്റ്റർ ആയിരുന്നു. ഷോൺ ലെക്കാറെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ചെറിയ ഓർമ്മ. അയാളുടെ ഫസ്റ്റ് പേര് കേട്ടപ്പോ ആളുടെ ഫേമസ് ബുക്ക് മാൻ ഹൂ കെയിം ഇൻ ഫ്രം ദ കോൾഡ് എന്ന് പറഞ്ഞൊരു ബുക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഈ പണ്ട് കോൾഡ് വാർ ആണല്ലോ സ്പൈ ത്രില്ലേഴ്സിന്റെ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ സോവിയറ്റ് US കോൺഫ്ലിക്ട്സ് ആണ് മിക്കവാറും. അപ്പൊ ഈ മാൻ ഹു കെയിം ഇൻ ഫ്രം ദ കോൾഡ് എന്തോ ഡിഫക്ട് ചെയ്ത ആളെ പറ്റിയിട്ട് എന്തോ ആണ്. അങ്ങനത്തെ ഒരു സംഭവം എന്നാണ് എനിക്ക് ഓർമ്മ. അത് 3-4 ചാപ്റ്റർ വായിച്ചു. പിന്നെ ഒന്നാമത്തെ കാര്യം ചെറിയ അക്ഷരങ്ങളാണ്, ഫൈൻ പ്രിന്റ് ആണ്. 400 പേജും കണ്ടുണ്ട് ആ ബുക്ക്. അതിങ്ങനെ നീങ്ങാൻ ഇച്ചിരി പാടായിരുന്നു, അതുകൊണ്ട് ഒഴിവാക്കിയതാ. ജെയിംസ് ബോണ്ടിനെ പറ്റി പറയേണ്ടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജെയിംസ് ബോണ്ടിന്റെ ഒരുപാട് കഥകള് നമ്മുടെ മലയാളത്തിൽ വിവർത്തനം ചെയ്തതുണ്ടായിരുന്നു മുത്തച്ഛന്റെ വായനശാലയിൽ. ഞാൻ 10ാം ക്ലാസ്സിന്റെ വെക്കേഷൻ അവിടെ പോയിരുന്നപ്പോൾ അത് വായിച്ചായിരുന്നു, ഒരുപാടെണ്ണം വായിച്ചിരുന്നു അതിന്റെ ഇയാൻ ഫ്ലെമിങ്ങിന്റെ കഥകള്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സ്പൈ ആണ് ജെയിംസ് ബോണ്ട്. കാരണം പുള്ളിയുടെ ഫിലിംസിലെല്ലാം പുള്ളി പോയി അങ്ങ് അനൗൺസ് ചെയ്യണം ബോണ്ട്, ജെയിംസ് ബോണ്ട്. ഏത് സ്പൈ ആണ് പോയി അനൗൺസ് ചെയ്യുന്നത്? അത് സ്വന്തം പേര് അല്ല, പുള്ളി അവിടെ പോയിട്ട് അനൗൺസ് ചെയ്യുന്നത് ഞാൻ ജെയിംസ് ബോണ്ട്, ഞാൻ ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പുള്ളി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ മറ്റേ ഗവൺമെന്റ് ഇതിന്റെ വന്നതാണ്, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. പുള്ളി MI5 ഏജന്റ് ആണെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരിക്കും. അത് പുള്ളി അവസാനം ടോർച്ചർ ചെയ്യുമ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഫസ്റ്റ് 2 സിനിമയിൽ ആളെ അറിയില്ല എന്നത്. ഒരു 3-4 ആകുമ്പോ വില്ലന്മാർക്ക് ഇങ്ങനെ ഒരു ഏജന്റ് ഉണ്ടെന്ന് ഏത് ബോധമുള്ള വില്ലൻ അറിയണ്ടാവുന്നത്. അവർക്ക് അവരുടെ ഗോസിപ്പിൽ എവിടെയെങ്കിലും വരത്തില്ലേ ഇങ്ങനെ ഒരാളുണ്ട് ബോണ്ട്, സൂക്ഷിച്ചോണം. അതല്ല ഈ മറ്റേ പുള്ളിയുടെ ഏറ്റവും ജെയിംസ് ബോണ്ടിന്റെ നെമസിസ് അല്ലേ ബ്ലോഫെൽഡ്. അപ്പോൾ ഏതൊരു പടത്തിൽ ഇങ്ങനെ ഒരു പൂച്ചേനെയും തടവിക്കൊണ്ട് ജെയിംസ് ബോണ്ടിനെ ഇങ്ങനെ കിടത്തിയിരിക്കുക. ലേസർ ടോർച്ച് ഇങ്ങനെ ജെയിംസ് ബോണ്ടിന്റെ നടുക്കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, 2 കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വരിക. അപ്പോൾ ഡു യു എക്സ്പെക്ട് മീ ടു സ്പീക്ക് എന്ന് ഞാൻ കിടന്നോണ്ട് ചോദിക്കുന്നുണ്ട്. പുള്ളി വളരെ അൺകംഫർട്ടബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നോ മിസ്റ്റർ ബോണ്ട്, ഐ എക്സ്പെക്ട് യു ടു ഡൈ. ഇമ്മാരി ഡയലോഗായിരുന്നു പണ്ടത്തെ പടങ്ങളിൽ. അത്
ജെയിംസ് ബോണ്ടിന്റെ കാര്യം ഓർമ്മ വരുമ്പോ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഏം, എന്താണ് നമ്മുടെ എന്ത് പാന്തർ, പിങ്ക് പാന്തർ. Pink Panther. പിങ്ക് പാന്തറില് ഒരു ക്രൂസോ. ഒരു സ്പൈ വരുന്നുണ്ട് ഇതിന്റെ അകത്ത്. പിങ്ക് പാന്തറില് ആ, പുള്ളി ഇത് ചെയ്ത് വന്നിട്ട് മറ്റേ റാപ്പൽ ചെയ്ത് വരുന്നുണ്ട് പുള്ളി ഒരു പാർട്ടിയുടെ ഇടയില്. എന്നിട്ട് പറയാം 006 എന്ന് പറയും. ഡു യു നോ വാട്ട് ദാറ്റ് മീൻസ് എന്ന് പറയും. യു ആർ വൺ ഷോർട്ട് ഓഫ് ദ ബിഗ് ടൈം. വൺ ഷോട്ട് ഓഫ് ബിഗ് ടൈം. ആക്ച്വലി ഈ ഞാനിപ്പോൾ മൂൺറൈക്കർ വായിക്കുമായിരുന്നു. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് 3 ഡബിളോസേ ഉള്ളൂ ഒരേ അറ്റ് എ ടൈം സെർവ് ചെയ്യുന്നത്. അതിൽ ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഒരാളെ എവിടെയും കണ്ട് കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ അയാളെ പറ്റി വിവരങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവർക്ക് എപ്പോഴും ഒരു ഡോസിയർ കിട്ടുമല്ലോ എല്ലാ വീക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പം അതിനെപ്പറ്റിയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു കുറച്ച് ബ്രിട്ടീഷ് ഹ്യൂമറൊന്നും ചിലപ്പോൾ നമുക്ക് പിടികിട്ടില്ല, ചില സാധനങ്ങളൊന്നും മനസ്സിലാവില്ല. ഈ കരാഫെ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്കറിയാം. ചിലത് ഇടയ്ക്കിടയ്ക്ക് ഡിക്ഷണറി എടുത്ത് നോക്കണം. ജഗ്ഗാണ്. അപ്പോൾ കരാഫെ ഓഫ് അപ്പോൾ വൈനാണെന്നുള്ളത് ആ ബോർഡോ എന്ന് അവസാനം പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഡൗട്ട്, കരാഫെ മറ്റേ ഇതിൻ്റെ പേരാണോ, ഫ്ലൂട്ട് ഗ്ലാസ്സിന് വേറെ പേര് പറയുന്നതാണോ നമുക്കറിയില്ല. കുറേ വാക്കുകളുണ്ട് ഇതുപോലെ. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഡിക്ഷണറി നോക്കണം, ഇടയ്ക്ക് ഇങ്ങോട്ട് പോകണം, ആ അവസ്ഥയാണ്. ഈ മിസ്റ്റർ ബീന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, John English. ഏജ്, അയ്യോ അത് എന്ത് രസമായിരുന്നു. അതിന്റെ John ഫസ്റ്റ് English. സീനില് ഒരു ഏജന്റിന്റെ ഇതിന് പോകുമ്പോ ബോംബ് വെട്ടി ബാക്കി എല്ലാ ഏജൻസും മരിച്ചു പോയിട്ട് ഇയാളെ ഹയർ ചെയ്യുന്നത്. അത് ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് സർക്കാസ്റ്റിക് ഓർ ഹ്യൂമറിസ്റ്റിക് പാരഡി ആണ് അത്. ഓസ്റ്റിൻ പവേഴ്സ്. Austin Powers, yeah. ഓസ്റ്റിൻ പവേഴ്സ് ഇസ് ഡിസ്കസ്റ്റിംഗ് ആക്ച്വലി. ചില സാധനങ്ങളൊക്കെ ഇച്ചിരി ആ. വൃത്തികേടാണ്, കണ്ടിരിക്കാൻ പറ്റൂല. ഗോൾഡ് മെമ്പർ, ഗോൾഡ് ഫിംഗറിന് എനിക്ക് ഇടയ്ക്ക് പേര് തെറ്റി പോകും ആക്ച്വലി, അതുകൊണ്ട് ഞാൻ പറയാറില്ല. അങ്ങനെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കൊന്ന് വസീം ഖാൻ പറഞ്ഞു. അല്ല, എനിക്ക് ഈ ഗോൾഡ് ഫിംഗറിന്റെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഫോർട്ട് നോക്സിലെ ആക്ച്വൽ ജെയിംസ് ബോണ്ട് നോവലിന്റെ കാര്യം പറയണം. ഈ ഫോർട്ട് നോക്സിലെ സ്വർണം മൊത്തം റേഡിയോ ആക്റ്റീവ് ആക്കിയിട്ട് സ്വർണത്തിന്റെ വില കൂട്ടുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഇത് മൂവിയിലാണ് ഉണ്ടായിരുന്നത്, നോവലിലല്ലായിരുന്നു. അത് ഇറങ്ങിയ ശേഷം ആക്ച്വലി അമേരിക്കൻസ് ദേ സ്പൈസ്ഡ് അപ്പ് ദ സെക്യൂരിറ്റി അറ്റ് ഫോർട്ട് നോക്സ്, ബിക്കോസ് അവർ നോക്കിയപ്പോൾ ദിസ് ഇസ് ആക്ച്വലി വെരി ഡൂവബിൾ പ്ലാൻ. അത് so they get ideas from James Bond books as well and movies as well. മൂവിയിൽ ഉണ്ടായ ഒരു ചേഞ്ച് ആണ്. ബേസിക്കലി ഫോർട്ട് നോക്സിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, ജെയിംസ് ബോണ്ട് വിചാരിച്ചോണ്ട്. പക്ഷെ എന്റെ മെക്കാനിക്സ് നോക്കിയപ്പോൾ, എന്റെ ലോജിസ്റ്റിക്സ് നോക്കിയപ്പം ഇത്രയും സ്വർണം ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. But the villain's plan was not to transport it, to steal it. പുള്ളി അത് റേഡിയോ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അടുത്തൊരു 50-100 വർഷത്തേക്ക് ആർക്കും തൊടാൻ പറ്റത്തില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ്സ് അന്നേരം യുഎസിന്റെ കയ്യിലല്ല, ഇങ്ങേരുടെ കയ്യിലാവും. വില്ലൻ ഓൾറെഡി ഹാസ് സം ഗോൾഡ് സ്റ്റാഷ്ഡ്. സോ ഇറ്റ് വാസ് എ വെരി എഫക്റ്റീവ് പ്ലാൻ. അത് നമ്മുടെ യുഎസ് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ടെൻഷൻ ആയി, കാരണം ഇറ്റ്സ് എ വെരി ഡൂവബിൾ പ്ലാൻ. അവര് ആക്ച്വലി സെക്യൂരിറ്റി ഒക്കെ സ്ക്രൂസപ്പ് ചെയ്തു. സെയിം തിങ് ആക്ച്വലി ഹാപ്പൻ വിത്ത് ഡൈ ഹാർഡ്, I think 3 or something. അതും ഒരു ഡൂവബിൾ പ്ലാൻ ആണ് കണ്ടിട്ട് ഒരു സെക്യൂരിറ്റി ഒക്കെ മാറി. ഇത് മറ്റേ ഫയർ സെയിൽ ആണോ, അതായിരുന്നോ? ഹാക്കല്ലേ, ഹാക്ക് ചെയ്തതല്ലേ അത്? ഫയർ സെയിൽ എന്നുള്ളത് മറ്റേ ഹാക്കർ കോൺസെപ്റ്റ് ആയിരുന്നു അത്? അല്ല, ഇതില് ബ്രൂസ് വില്ലിസിനെ ഒരു സിറ്റി മൊത്തം കൊണ്ട് ഓടിക്കത്തില്ല, അത് എന്തോ ഡ്രൈവറിനെ വെച്ചിട്ട് സാമുവൽ ജാക്സൺ ഉള്ളത്. അത് തന്നെ. ഓർമ്മയില്ല അത്. 2 ആണോ? 2 എനിക്കൊരു എയർപോർട്ടല്ലേ. എനിക്കതില് ഇവനെ ഹേസൂസ് എന്ന് വിളിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ഡു യു തിങ്ക് ഐ എം പോർട്ടറിക്കൻ? He said ഹേസൂസ്. എനിക്ക് ജോയിനെ ഓർമ്മ വരുന്നത് ഡൈഹാർഡ് ഡബിൾ ഫീച്ചർ ആക്കാന്ന്. 1 ഡൈഹാർഡ് 1 ഡൈഹാർഡ് 2 വരും 2 പ്രാവശ്യം ഡൈഹാർഡ് കണ്ട. ഡൈ ഹാർഡ് 1 is a classic. ഞാൻ ഫസ്റ്റ് വൺ മാത്രമേ കണ്ടിട്ടുള്ളൂ.
ഈ MI സീരീസിനെ പറ്റി എന്താ അഭിപ്രായം? മിഷൻ ഇമ്പോസിബിൾ. ലാസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. I think it's run Last its എനിക്ക് course. Yeah. അതാ. ആക്ച്വലി ഈ നമ്മുടെ 3 Days of the Condor എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ MI1 ഓർമ്മയുള്ളവർക്ക് ശരിക്കും ഇത് കണക്ട് ആവും. കാരണം ഞാൻ ഈ 3 Days of the Condor നമ്മുടെ റോബർട്ട് റെഡ്ഫോർഡിന്റെ പഴയ പടമാണ്. ഞാൻ പറഞ്ഞേ പഴയ മൂവീസ് എടുത്ത് കാണുമ്പോൾ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഒരു ഏജൻസി, ആ ഏജൻസി അതൊരു ഫ്രണ്ടാണ്. അപ്പോൾ അതിനകത്ത് കുറേ പേരുണ്ട്. അവർ ഇങ്ങനെ ഡെയിലി മറ്റേ ഗവൺമെൻറ് പേപ്പേഴ്സ് എന്തോ സോർട്ട് ചെയ്യുന്ന ഏജൻസി, അങ്ങനെ എന്തോ ഒരു പേര്, അല്ല ബുക്ക് ഒരു 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 പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഫ്രണ്ട്. ആക്ച്വലി ഇവരവിടെ ഇരുന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസിയാണ്. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ എന്തോ ഒരു മിഷനൊക്കെ പ്ലാൻ ചെയ്യും. MI1 പോലെ ഇതിനകത്ത് ഇവരൊക്കെ കൊല്ലപ്പെടും. ഇവൻ മാത്രം രക്ഷപ്പെടും. ഇവൻ പുറത്തെന്തോ ഫോൺ ചെയ്യാനെങ്ങാണ്ട് പോകുന്ന സമയത്ത് ആണ് ബാക്കി എല്ലാവരും അസസിനേറ്റ് ചെയ്യപ്പെടും. പുള്ളിയെ അപ്പോൾ ഹീസ് ഓൺ ദ റൺ ബിക്കോസ് ഇവനാണ് ഇതിൻ്റെ പുറകിലെന്ന് ഗവൺമെൻറ്റിൽ ഒരു ആരോ മീൻസ് ആക്ച്വലി ഈ സസ്പെക്റ്റഡ്. കാരണം പുള്ളി ഇല്ലാത്ത സമയത്ത് ബാക്കി എല്ലാവരും മരിച്ചല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് MI1 പ്ലോട്ട്. കാരണം ഇവരൊരു മിഷന് പോകുന്നു, ഇവൻ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും മരിക്കുവാണല്ലോ. കാരണം ടീമിലൊരു മോളുണ്ട്, ഇതിലും അതുപോലെ തന്നെ ഒരു മോളുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. ഹി ഹാസ് ടു പ്രൂവ് ഹിസ് ഇന്നസെൻസ്, ഓൾസോ ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ആക്ച്വലി ദ കൾപ്രേറ്റ്. ഒരു സ്റ്റാൻഡേർഡ് പ്ലോട്ട് ലൈനാണ്. പക്ഷേ 3 Days of the Condor ആ പഴയ കാലമായതുകൊണ്ട് അതിനകത്ത് ഈ ടെക്നോളജീസ് ഒന്നുമില്ല, ഫോൺ പോലും മൊബൈൽ ഫോണൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാലത്ത് പുള്ളി അത് നമുക്ക് കുറെ കൂടി റിലേറ്റബിൾ അല്ല, കുറെ കൂടി വിശ്വസിക്കാൻ എളുപ്പമാണ്. മറ്റേതുപോലെ MI1 പോലെയല്ല, കുറച്ചുകൂടി ബെറ്റർ ആണ്. സെയിം ഗോസ് വിത്ത് ദ കേസ് ഓഫ് ദി ന്യൂ ജെയിംസ് ബോണ്ട് മൂവീസ്, നോട്ട് ദ ഓൾഡ് വൺസ്. ലൈക്ക് PS ബ്രോസ്നൻ വൺസ് അല്ല, പുതിയ ഡാനിയൽ ക്രൈഗ് വൺസ്. ലൈക്ക് ക്യൂവിനെ പുള്ളി കാണുന്ന സീനുണ്ടല്ലോ മറ്റേ ഇതിൽ. അപ്പോൾ അതിൽ വന്നിട്ട് ഇവരൊരു മ്യൂസിയത്തിലൊരു ഗാലറിയിൽ വന്നിട്ടൊരു ഷിപ്പ് കാണുവാണ്. ഒരു ഷിപ്പിന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്യൂ വളരെ ചെറിയൊരു മനുഷ്യൻ, ഒരു പയ്യൻ, ബെൻ വിഷോ ആണ് ചെയ്തിരിക്കുന്നത്, ഒരു യങ്സ്റ്റർ. അപ്പോൾ പുള്ളി ഒരു ബോക്സ് കൊടുക്കും ഇവനടുത്ത്. ഒരെണ്ണം ഒരു ഫിംഗർ പ്രിന്റ് ഓപ്പറേറ്റഡ് ഗണ്ണും മറ്റൊരു ചെറിയ റേഡിയോയുമാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് നോക്കിയും പറയാ. വാട്ട് വർ യു എക്സ്പെക്ടിങ്? എക്സ്പോർട്ടിങ് പെണ്ണങ്ങാണ്ട് ചോദിക്കുന്നില്ല. അതും മറ്റേ പഴയ പടങ്ങൾക്ക് ഇട്ടൊരു താങ്ങാണ്. ലൂഷ്യസ് ഫോക്സിന്റെ ഒരു അവതാരമാണ് ക്യൂ. ക്വാർട്ടർ മാസ്റ്റർ പുള്ളിയാണ്. പക്ഷെ പഴയ ക്യൂ ആണ് കുറെ കൂടി ഫണ്ണി. കാരണം പഴയ മനുഷ്യൻ പുള്ളി അടിപൊളി മനുഷ്യനായിരുന്നു. എനിക്ക് മിഷൻ ഇമ്പോസിബിൾ കണ്ടപ്പോ ഞാൻ എൻജോയ് ചെയ്തൊരു ഫിലിമാണ് മിഷൻ ഇമ്പോസിബിൾ. കുറെ വട്ടം കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഇറ്റ്സ് എ വേൾഡ് വെയർ യു ക്യാൻ അസ്യൂം എനിവൺസ് ഐഡന്റിറ്റി അല്ലേ, മാസ്ക് ഒക്കെ ഇട്ട്. ആൻഡ് ഇൻ ദ ക്ലൈമാക്സ് അതിനകത്ത് ഒരു ഫീമെയിൽ ഏജന്റിനെ എൻട്രാപ്പ് ചെയ്യുമല്ലോ. ടോം ക്രൂസ് നമ്മുടെ മെയിൻ വില്ലന്റെ ജോൺ വോയിറ്റ് ആണെന്ന് തോന്നുന്നു. മാസ്ക് ഇട്ടിട്ട് ഇവളെ പറ്റിക്കും. ആൻഡ് ഹീസ് റെക്കോർഡിംഗ് ദാറ്റ് ഇൻ ദ ഗ്ലാസസ്. ഓക്കെ, പക്ഷേ ദാറ്റ് confession has no value because it's a world where anyone can assume anyone's identity. അത്രയ്ക്ക് നല്ല മാസ്ക് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു അബ്സർഡിറ്റി കണ്ട് മനസ്സിലായി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് അതിന്റെ രസമൊക്കെ പോയി. അതൊക്കെയാണ് ഈ കുഴപ്പം. ഈ സ്പൈ ത്രില്ലേഴ്സ് അല്ലേ, ഇഫ് യു മേക്ക് സംതിങ് if you make some kind of very high technological advancement, പിന്നെ ആർക്കും എന്തും ചെയ്യാവുന്നു. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്യൂ ഒക്കെ ഓരോ എക്സ്പ്ലോഡിംഗ് പെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാല് then anyone can be ജെയിംസ് ബോണ്ട് അല്ലേ. പണ്ട് പ്രേം നസീർ ഇതുപോലെ കുറെ ടെക്നോളജീസ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഹാർമോണിയ പെട്ടിക്കകത്ത് തോക്ക്, പിന്നെ മീശയും ഒരു മറുകും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറെ ആളാവും, അണ്ടർ കവർ ആവും. അതിൽ ഏതോ ഒരു സിനിമയിലുണ്ട് മറ്റേ ആ മുഖം വലിച്ചിടുന്ന, മറ്റേ ഏതൊരു പടത്തിൽ അടൂർബാസി പുള്ളിയുടെ സൈഡ് കിക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ അത് മിക്കവാറും എല്ലാ സിനിമയിലും വേറെ ആരുമല്ല, CID ഇൻസ്പെക്ടർ ശ്രീധരൻ നായർ പറയുമ്പോ അവിടുത്തെ ഇങ്ങനെ സല്യൂട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അത് CID എന്ന് പറയുമല്ലോ പുള്ളി, CID എന്ന് പറയുള്ളൂ. ഈ അത് പറഞ്ഞപ്പോഴാണ് AB രാജ് ഒരുപാട് പേര് ഈ ജെയിംസ് ബോണ്ട് പടങ്ങള് മറ്റേ ഹിന്ദിയിലേക്ക്
ഇതിലേക്കൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ ഒരെണ്ണം പറയാനുള്ളത് ഫർസ് എന്ന് പറഞ്ഞൊരു പടമാണ്, ജിതേന്ദ്രയുടെ ഒരു പടമുണ്ട്. പ്രോപ്പർ ജെയിംസ് ബോണ്ട് മൂവിയാണ്, പക്കാ ജെയിംസ് ബോണ്ട് മൂവിയാണ്. അതിനകത്ത് അത് കാര്യം അടിപൊളി പടമൊക്കെ ആണെങ്കിലും ഈ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് സ്പീഡ് ബ്രേക്കർ പോലെ പാട്ട് വയ്ക്കും. അതുപോലെ ഫർസല്ല, ആംഖേ, ഫർസും ഉണ്ട് ആംഖയും ഉണ്ട്. ആംഖയാന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. ആംഖ ഇതുപോലെ തന്നെയാണ്, അതായത് ഇന്ത്യയുടെ ഒരു സ്പൈ ഏജൻസി, അതിൻ്റെ പേര് ആംഖ എന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെയും ഒരു സീരീസൊക്കെ വന്നിട്ടുണ്ട് പണ്ട് ദൂരദർശനിൽ. അപ്പോൾ അങ്ങനെയാണോ ധർമ്മേന്ദ്രയുടെ? ധർമ്മേന്ദ്രയാണോ ജിതേന്ദ്രയാണോ എനിക്ക് ഓർമ്മയില്ല. സോറി, ഓക്കെ. എനിക്ക് ഓർമ്മയില്ല അതാരെന്ന്. എന്തായാലും ഈ പറഞ്ഞ പരിപാടി എല്ലാം ഫോർമുല സാധനങ്ങൾ അതിനകത്തുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ AB രാജ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്. പുള്ളിയുടെ കുറേ പടങ്ങൾ ഇതുപോലെ സ്പൈ ത്രില്ലേഴ്സ് എന്ന് പറയാം, അണ്ടർ കവർ പടങ്ങൾ, CID പടങ്ങളാണ്. അപ്പോൾ നസീറിൻ്റെ CID നസീർ മുതൽ തുടങ്ങുവാണ് ഇങ്ങനെ. എനിക്ക് തോന്നുന്നു ഡേഞ്ചർ ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ പേരിൽ. കൊച്ചിൻ എക്സ്പ്രസ്, കണ്ണൂർ ഡീലക്സ്. കണ്ണൂർ ഡീലക്സ് എനിക്ക് തോന്നുന്നു അതിനകത്ത് അത് വേറെ ട്വിസ്റ്റ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. കാര്യം ഇതൊക്കെ കണ്ടു ലങ്കാദഹനം. കണ്ണൂർ ഡീലക്സ് വേറെ രേഖ കണ്ടിട്ടുണ്ട്. കണ്ണൂർ ഡീലക്സിന്റെ ട്വിസ്റ്റ് നൈസാണ്, ഉഗ്രം പാട്ടുകളാണ്, ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്. ഒരു ബസ്സിൽ നടക്കുന്ന കഥയാ, ബസ്സിൽ നടക്കുന്ന കഥയാണ് കണ്ണൂർ ഡീലക്സ്. നൈസ് പടം. അത് ബസ്സിൽ ഒരു കൈൻഡ് ഓഫ് ക്ലോസ്ഡ് റൂം മിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ബസ്സിലുള്ള യാത്രക്കാരൻ കഥയാണ്. എനിവേസ് ഐ തിങ്ക് വി ഷുഡ് ഗോ ബാക്ക് ടു ബുക്സ്. വേറെ എന്തൊക്കെയുണ്ട്? ആക്ച്വലി ജെയിംസ് ബോണ്ടിന്റെ ഒരു സ്പിൻ ഓഫ് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്, പക്ഷെ വസീം ഖാൻ എന്ന് പറഞ്ഞൊരു ഓത്തർ ഉണ്ട്, നിങ്ങൾ വസീം ഖാൻ ഞാൻ കേട്ടിട്ടുണ്ട്. മലബാർ ഹൗസ്. ഹി റൈറ്റ്സ് എ ലോട്ട് ഓഫ് കോസി മർഡർ മിസ്റ്ററീസ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഓത്തർ ആണ്. പുള്ളി ഈ ഒരു പുതിയ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വാണ്ടം ഓഫ് മെനൻസ് എന്ന് പറഞ്ഞിട്ട്. ഇതുമാരെ ഒരു എഞ്ചിനീയർ ആണ്, ഹീസ് എൻ പ്രായമുള്ള ആളാണ്, യങ്സ്റ്റർ. പുള്ളിയെ ഇതൊന്ന് പുറത്താക്കി, ഏജൻസിയിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കി ഇൻ ദ സെൻസ് റിട്ടയർ ചെയ്യിപ്പിച്ചു. He was told that he is no longer required. He used to build ആണ് എന്താ പറയുക, ബിൽസ് എന്താ പറയുക ഇഞ്ചിനിയേഴ്സ് ടൂൾസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണ്. സോ ഹിസ് ഫ്രണ്ട് ഈസ് എ ക്വാണ്ടം സയന്റിസ്റ്റ്. അവരൊരു ചെറിയ വില്ലേജിൽ നിന്നുള്ളതാണ്. അയാളുടെ ഫ്രണ്ട് പെട്ടെന്ന് ഒരിക്കലും മരിക്കും. ആൻഡ് ഹീ സസ്പെക്ട്സ് ഇറ്റ്സ് എ മർഡർ ആൻഡ് നോട്ട് എ, കാരണം ഫ്രണ്ട് മുങ്ങിയാണ് മരിക്കേണ്ടത്. And his friend hated swimming. So there is no way his friend would have gone swimming. പുള്ളിക്ക് അറിയാം, പക്ഷെ nobody wants to believe. They say, ആ പുള്ളിയുടെ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ this was not going great, അതുകൊണ്ടാണ് സൂസൈഡ് ചെയ്തതാവാം എന്നുള്ള കോൺസെപ്റ്റ്സ് വരുന്നത്. ആൻഡ് അതില് ജെയിംസ് ബോണ്ട് ഒരു ചെറിയൊരു ക്യാമിയോ നേരിട്ടില്ല, ഓൺ ഫോണൊക്കെ. നല്ല ഇറ്റ്സ് എ മിക്സ് ഓഫ് ഒരു സ്പിൻ ഓഫ്. Which I don't think it's as good as Malabar House. Maybe because Malabar House is set in Bombay. Malabar House is not a spy thriller. It's a police. പേരെന്താ പറഞ്ഞ ബുക്കിന്റെ? Quantum of Menace. Okay. Wasiim Khan. എനിക്ക് സ്പൈ ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്പൈ ത്രില്ലർ എഴുതുന്ന ആളല്ല, പുള്ളി എല്ലാത്തിലും കൈവച്ചിട്ടുള്ള മനുഷ്യനാണ്. സിഡ്നി ഷെൽട്ടൻ്റെ ഡൂംസ്ഡേ കോൺസ്പിറസി ഒരു സ്പൈ ത്രില്ലർ തന്നെയാണ്. കാരണം അതിൽ ഒരു സൈഫൈ ആംഗിൾ കൂടിയുണ്ട്. പക്ഷേ ആ ബുക്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സെക്ഷൻ്റെ പേര് 100 എന്നും അടുത്ത സെക്ഷൻ 100 ഒന്നുമാണ്. ഒരു ഇവൻ്റ് വിറ്റ്നസ് ചെയ്ത ആൾക്കാരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ അയക്കുന്നു. അയാളുടെ പേര് റോബർട്ട് ബെല്ലാമി എന്നാണ്. നമുക്കതിൻ്റെ പുറകിൽ പുള്ളി അയക്കുന്നത് പുള്ളിയുടെ ഒരു ഫാദർ ഫിഗറാണ്, ഒരു അഡ്മിറലാണ് അയക്കുന്നത്. അപ്പോൾ പുള്ളി ഓരോരുത്തരെ ട്രാക്ക് ചെയ്ത് പോകുന്നു. ഈ ട്രാക്ക് ചെയ്ത് പുള്ളി കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ കൊല്ലപ്പെടുന്നു. അവസാനം ഇവനാണ് ഹണ്ടർ. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ജസ്റ്റ് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അടുത്ത സെക്ഷനിൽ ഹീസ് ബീങ് ഹണ്ടഡ്. അപ്പോൾ പുള്ളി ഇങ്ങനെ യൂറോപ്പിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു യാത്രയാണ്. പുള്ളീനെ അവർ ട്രാക്ക് ചെയ്യാൻ മുമ്പ് ഹി ആക്ച്വലി കീപ്സ് ദം, ഹൗ ഹി കീപ്സ് ദം ഓഫ് ഹിസ് ട്രാക്സ്. അതാണ് ഇതിൻ്റെ ഒരു ആ രസം. ശരിക്കും പറഞ്ഞാൽ ആ സൈഫൈനേക്കാളും കുറേയൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ത്രില്ലേഴ്സ്, മറ്റേ ആ ഒരു ത്രില്ലാണ് അതിൻ്റെ. പുള്ളിയുടെ അവരുടെ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. പിന്നെ അത് കൂടാതെ ഇതിലൊരു രസമുള്ളൊരു സീനുണ്ട്. അത് മാത്രം പറയാം. സ്പോയിലർ ആണോന്ന് വെച്ചാൽ സ്ലൈറ്റ് സ്പോയിലർ, ബട്ട് മൊത്തത്തിൽ ഇമ്പാക്റ്റ് ചെയ്യില്ല. ഇവനൊരു ഐ തിങ്ക് ഹി ബിഫ്രണ്ട്സ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇൻ സം യൂറോപ്യൻ സിറ്റി. എന്നിട്ട് പുള്ളിക്കാരുടെ വീട്ടിൽ പോകും. കാരണം ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പ്ലേസ് ദേ വിൽ ആക്ച്വലി തിങ്ക് ഹീ ഈസ് എൻ. അപ്പോൾ
ഇവൻ അവളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അപ്പോൾ ഇവൻ ചോദിക്കും നിങ്ങൾ സ്പൈ ആണ് അതാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം ആ അതൊക്കെ പറയും. ഇവൻ ഉള്ള എങ്ങനെ ചുമ്മാ ഒഴിവാക്കാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങളൊരു ഡേഞ്ചർ ആണെന്ന് ഇങ്ങനെ സിഗ്നൽ ചെയ്യും എന്നൊക്കെ. അപ്പോൾ വീട്ടിൽ മറ്റേ ലൈറ്റ് ഇട്ട് വെച്ചാൽ മതി, ഡേ ടൈമിൽ പുറത്ത് മറ്റേ ജനലിൽ ലൈറ്റ് ഇട്ട് വെക്കും, അങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ് പുള്ളി അവളെ ഒഴിവാക്കും. എന്നിട്ട് ഇവൻ എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവളുടെ വീട്ടിൻ്റെ ആ ജനലിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടാവും, ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഇവന് മനസ്സിലാവുന്നത് ഓക്കെ ഇവളത് പുള്ളി അങ്ങനെ പറഞ്ഞ് തമാശ ഒരു തമാശയായിട്ട് പറഞ്ഞ കാര്യം അത് വെച്ച് പുള്ളി രക്ഷപ്പെടുവാണെന്ന്, അല്ലെങ്കിൽ ഹി വിൽ ബി അസാസിനേറ്റഡ് വൺസ് ഹി സ്റ്റെപ്സ് ഇൻ സൈഡ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്, ചെറിയ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സാധനം. പുള്ളി പിന്നെ അതിൻ്റെ ആളാണല്ലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇത് കണ്ടിട്ടാണ് ഞാൻ സ്പൈ ത്രില്ലേഴ്സ് തിരഞ്ഞു പിടിച്ച് വായിക്കാൻ തുടങ്ങിയത്. ഒക്കെ എനിക്ക് പരാജയമായിരുന്നു. ഈ ലക്കാരയുടെ ബുക്സൊക്കെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ ലൈറ്റ് ആയിട്ടല്ല, അത്രയും ലൈറ്റ് അല്ലല്ലോ സംഭവം. Pace in the Sydney Sheldon. There's a pace that keeps the page turning, which കുറെ authors they miss. പലരും നമുക്കത് അങ്ങനത്തെ ഒരു പേസ് കിട്ടാറില്ല. സിഡ്നി ഷെൽഡൻ, ജെഫ്രി ആർച്ചറിന്റെ പേസ് Page turner. പറ്റാറില്ല. ഓക്കെ, മാൻഡേറ്ററിലി ഒരു നോൺ ഫിക്ഷൻ ബുക്കും കൂടെ പറയണം. ദ ഇന്ത്യൻ സ്പൈ ബൈ മിഹിർ ബോസ്. ഈ ബുക്ക് തുടങ്ങുന്ന ആക്ച്വലി 1941-ലാണ്. കാബൂളിലുള്ള ഒരു ഇറ്റാലിയൻ എംബസിയിലേക്ക് ഒരാൾ കയറി നടന്നു വരികയാണ്. പുള്ളി പരിചയപ്പെടുത്തുന്ന റഹ്മത്ത് ഖാൻ എന്നുള്ള പേരിലാണ്. ആൻഡ് ഈ ഇറ്റാലിയൻ അംബാസഡറിന് വേണ്ടി പുള്ളിയുടെ ഈ സ്പൈയുടെ ക്രെഡൻഷ്യൽസ് വൗച്ച് ചെയ്യുന്ന ജർമ്മൻകാരാണ്. അങ്ങനെയാണ് ആ ബുക്ക് തുടങ്ങുന്നത്. ആൻഡ് വി ഫൈൻഡ് ഔട്ട് ഇവൻച്വലി ലൈക്ക് യുനോ ഇയാൾ ശരിക്കുള്ള പേര് റഹ്മത്ത് ഖാൻ എന്നല്ല. ഈസ് എ ഹിന്ദു പട്ടാണ്. ഹിസ് റിയൽ നെയിം ഈസ് ഭഗത് റാം തൽവാർ. പക്ഷെ പുള്ളി ജനിച്ചു വളർന്നതെല്ലാം ഇന്നത്തെ നോർത്ത് വെസ്റ്റേൺ വസീറിസ്ഥാൻ ആയതുകൊണ്ട്, and he lived along Muslim Pathans. It was very easy for him to assume their identity. ചുറ്റുവട്ടം കാണുന്ന ആൾക്കാർ എല്ലാം പട്ടാൻസ് ആണ്, മുസ്ലിം പട്ടാൻസ്. So he assumed this identity. His actual name is Talwar, and he is actually a British spy. He was codenamed Silver. പുള്ളിയാണ് ആക്ച്വലി സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത്. ഇതിന്റെ ഓഥർ മിഹിർ ബോസ് ഈ സ്പൈയെ കുറിച്ച് അറിയുന്നത് തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സ്പൈയെ കുറിച്ച് അറിയുന്നത്. The story is really incredible. കാര്യം എന്ന് വെച്ചാൽ this guy started off as a British spy. He was actually a communist. കാരണം പുള്ളിയുടെ ബ്രദർ ഒരു ഗവർണറിനെ, ഒരു ബ്രിട്ടീഷ് ഗവർണറെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവനെ തൂക്കിക്കൊല്ലും. ആഫ്റ്റർ ദാറ്റ് ഹി വാസ് സംഹൗ റിക്രൂട്ടഡ് ആസ് എ സ്പൈ വർക്കിംഗ് ഫോർ ബ്രിട്ടീഷ്, ബട്ട് ഹിസ് ലോയൽറ്റീസ് ആർ സസ്പെക്ട്. കാരണം പുള്ളിയുടെ ബ്രദർ ഹി ഡൈഡ് എ റെവല്യൂഷണറി, ആൻഡ് ദ ബ്രിട്ടീഷ് തോട്ട് ദിസ് വാസ് എ പെർഫെക്റ്റ് കവർ. പുള്ളി ചന്ദ്രബോസിന്റെ അടുത്തോട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ ചന്ദ്രബോസിന്റെ അടുത്തോട്ട് കയറ്റിവിട്ടു. ആൻഡ് ഹി ഹെൽപ്ഡ് ചന്ദ്രബോസ് എസ്കേപ്പ് ഫ്രം ബ്രിട്ടീഷ് കസ്റ്റഡി. ആ സമയത്ത് വീട്ടു തടങ്കലിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ ഈ ജർമ്മൻകാരെ ജപ്പാൻകാരെയൊക്കെ മീറ്റ് ചെയ്യിക്കാൻ കൊണ്ടുപോയി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ബ്രിട്ടീഷ് യൂസ്ഡ് ഹിം ആസ് എ ഡബിൾ ഏജന്റ് അഗൈൻസ്റ്റ് ഇറ്റാലിയൻസ് ആൻഡ് ജർമൻസ്. അങ്ങനെ പുള്ളി ഡബിൾ ഏജന്റ് ആയിട്ട് പോയിട്ട് പുള്ളി ഈ ജർമ്മൻകാരുടെ ഇത് കുറെ പൈസ കിട്ടി. ഓൾമോസ്റ്റ് ഇന്നത്തെ വാല്യൂ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 2.5 മില്യൺ പൗണ്ട്സ്, ബ്രിട്ടീഷ് പൗണ്ട്സ് എന്ന് പറയും. അത്രയും പൈസ ജർമ്മൻകാരുടെ വെട്ടിക്കും. അയാൾ അങ്ങനെ ഇറ്റാലിയൻസിന് വേണ്ടി സ്പൈ ചെയ്യും, ജർമ്മൻസിന് വേണ്ടി സ്പൈ ചെയ്യും, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സ്പൈ ചെയ്യും. ദെൻ ഈവൻച്വലി ജർമ്മൻസ് റഷ്യ ആക്രമിക്കും, ഓപ്പറേഷൻ ബാർബോസ. വെൻ ദാറ്റ് ഹാപ്പൻസ് പുള്ളി പെട്ടെന്ന് സൈഡ് സ്വിച്ച് ചെയ്യും. പുള്ളി റഷ്യൻസിന് വേണ്ടി സ്പൈ ചെയ്തത്, ബിക്കോസ് ഹി വാസ് എ കമ്മ്യൂണിസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് പുള്ളി ജപ്പാൻകാർക്ക് വേണ്ടി സ്പൈ. സോ വി ഡോണ്ട് നോ വേർ ഹിസ് ലോയൽറ്റീസ് ആർ. Allegiance. ഒഫീഷ്യലി
ലാസ്റ്റ് പുള്ളി പറഞ്ഞേക്കുന്നത് പുള്ളി he was always a spy for Chandrabose. So he is considered the only quintuple spy in World War II. മെർസനറി ഒക്കെ മാരല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് അലയൻസസ് ഉണ്ടോന്ന് ചോദിച്ചാ അല്ല, അല്ലേ? അതെ. അതോടും എല്ലാരോടും അലിയൻസ് ഒരു കാലത്ത് പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും ആർക്ക് വേണ്ടിയാ സ്പൈ ചെയ്യുന്നുള്ളത് വി ഡോണ്ട് നോ. പുള്ളിക്ക് തന്നെ അറിയാവുന്ന അറിയില്ല. പുള്ളി ചിലപ്പോ അവസരത്തിനനുസരിച്ച് മാറുന്നതായിരിക്കും. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഒന്ന് ഗൂഗിൾ എങ്ങനെ ചെയ്ത് നോക്കി നല്ലതായിരിക്കും. ദ ഇന്ത്യൻ സ്പൈ ബൈ മിഹിർ ബോസ്. ട്രൂ സ്റ്റോറി ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ സ്റ്റോറി. സൂപ്പർ ട്രൂ സ്റ്റോറി ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ സീക്രട്ട് ഏജന്റ് ഓഫ് വേൾഡ് വേൾഡ് വാർ. വാർ. ഓക്കെ, മിഹിർ ബോസ് റിലേറ്റഡ് ആണോ സുഭാഷ് ചന്ദ്രബോസുമായിട്ട് എന്തെങ്കിലും? അല്ല. ഓൾസോ ഹീസ് നോട്ട് എ സ്മോൾ ടൈം സ്പൈ. ഓക്കെ, പുള്ളിയുടെ ഒരു ഹാൻഡ്ലർ പീറ്റർ ഫ്ലെമിംഗ് ആണ്, ഇയാൻ ഫ്ലെമിങ്ങിന്റെ ബ്രദർ. ഓ, സോ ഇൻ എ വേ ഈസ് എ സൂപ്പർ സ്റ്റാർ. ഇറ്റ്സ് ഫണി ഹൗ ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ട്, ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. ദാറ്റ്സ് എ സാഡ് തിങ്. ഇതുപോലെ അമേസിംഗ് സ്റ്റോറീസ് ഉള്ളപ്പോഴാണ് നമ്മള് ജവാനും പട്ടാനും ഒക്കെ കാണേണ്ടി വരുന്നത്. ഈ ദുരന്തർ ആക്ച്വലി ഇതുപോലെ തന്നെ ഒരു ഡീപ്പ് കവർ അല്ലേ? അതായത് ഡീപ് കവർ. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കലാണല്ലോ മെയിൻ സംഭവം. കയറുക, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ എന്ത് വേണമെങ്കിൽ ദെൻ മാനിപ്പുലേറ്റ് പീപ്പിൾ. അത് എനിക്ക് ആ ആംഗിളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മാനിപ്പുലേഷനൊക്കെ. ഈവൻ എനിക്ക് തോന്നി ഈ മറ്റേ റൊമാൻസ് ഒക്കെ എന്തിനാന്നതിൽ, പക്ഷെ ആ റൊമാൻസ് പോലും വേണം, ഇല്ലെങ്കിൽ ഇത് കൺവിൻസിങ് ആവില്ല. അകത്ത് കയറണമല്ലോ, ഡീപ്പ് കവർ ആവണമല്ലോ. ഞാൻ ഈ സാധനം ഇങ്ങനെ വിചാരിച്ചിട്ടാണ് മറ്റേ കോൾഡ് വാറിന്റെ ബേസ് ചെയ്തിട്ടൊരു കഥ എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് അവസാനം സ്ലീപ്പർ ഏജന്റിന് വേണ്ടിയിട്ടൊരു കഥ എഴുതിയത്. നിദ്ര എന്നും പറഞ്ഞിട്ടൊരു സാധനം എഴുതിയത് പണ്ട്. അതിത് പഴയൊരു പണ്ട് മറ്റേ കേരളത്തിലെ കഥ എഴുതണമെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ ആലോചിച്ചു അതിന് അങ്ങനെ ഒരു ഭാഷയും ഇതും വേണ്ട, അത് അതിര് വേണ്ട എന്ന രീതിയിലാക്കിയിട്ട് പിന്നെ കോൾഡ് വാറിലേക്ക് അങ്ങ് കൊണ്ടുപോയി സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ക്യാരക്ടറിന് പേരും ഇല്ല, അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങ് ചെയ്തു. അത് വേറൊരു സമാഹാരത്തിൽ വന്നില്ലേ? അത് മറ്റേ ആദ്യം ഒരു ഈ ഇറ ബുക്സിന്റെ കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് കുറെ കഥകൾ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ 20 കഥാകൃത്തുക്കൾ, 20 കഥ അതിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തം സാധനത്തിലും വന്നു, സ്വന്തം ബുക്കിലും വന്നായിരുന്നു. കുറെ നല്ല റിയൽ ലൈഫ് സ്റ്റോറീസ് ഉണ്ട്, പക്ഷെ അഡാപ്റ്റേഷൻസ് ഒന്നും പോരാതെ വരും. ഇന്ത്യക്ക് ഒരു സ്പൈ ഉണ്ടായിരുന്നു, രവീന്ദർ കൗശിക്. എല്ലാവരും അറിഞ്ഞിട്ടുള്ള കഥയായിരിക്കും. ബട്ട് ഈ പുള്ളിയെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. യൂഷ്വലി സ്പൈ എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ ഒക്കെയാണ് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരുന്നത്. ഈ എന്താ പറഞ്ഞ ആദർശവാനായിട്ടുള്ള സ്പൈസ് ഒക്കെ കുറവാണ്. പുള്ളി ഏതോ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എവിടെ നിന്ന് വന്നിട്ട് റിക്രൂട്ട് ചെയ്ത പുള്ളി അത്യാവശ്യം കുറച്ച് നാടകമൊക്കെ അറിയാം. എന്നിട്ട് പുള്ളിയെ ഒരു സ്പൈ ആക്കിയിട്ട് അവര് പാകിസ്ഥാനിലേക്ക് കടത്തി വിട്ടു. ഹി ഗോട്ട് സർക്കംസൈസ്ഡ്. പുള്ളി താടിയൊക്കെ വളർത്തി. പുള്ളി ഒരു കംപ്ലീറ്റ്ലി ഒരു പാകിസ്ഥാനി ഐഡന്റിറ്റി അസ്യൂം ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളി പതുക്കെ ഈ പാകിസ്ഥാൻ മിലിറ്ററി ജോയിൻ ചെയ്തു. അവിടെ നിന്ന് കയറി ഒരു മേജറൊക്കെ ആയി. പുള്ളി പിടിക്കപ്പെട്ടതെന്ന് വെച്ചാല് ഹി സ്റ്റാർട്ടഡ് പുള്ളിയെ മീറ്റ് ചെയ്യാൻ വേറൊരു സ്പൈ അയച്ചപ്പോ അയാളെ പിടിച്ച് ടോർച്ചർ ചെയ്തപ്പോഴാണ് പുള്ളി വേറെ ഏജന്റുമാരുടെ ലൊക്കേഷൻ കൊടുത്തത്. അതാണ് നെറ്റിലൊക്കെ കാണുന്ന, നെറ്റിൽ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ആണ് സോഴ്സസ്. അതിലൊക്കെ കാണുന്ന ഇൻഫർമേഷൻ അതാണ്. പുള്ളി കുറെ നാള് ജയിലിലൊക്കെ കിടന്നു. ഐ തിങ്ക് മേ ബി ഇൻ 2000s or something he died. ടോർച്ചർ ചെയ്ത പുള്ളിയുടെ മെന്റലി ഹി വാസ് നോട്ട് സൗണ്ട്. പുള്ളിയുടെ കോഡ് നെയിം ആണ് ബ്ലാക്ക് ടൈഗർ. ഇന്ദിരാഗാന്ധി കൊടുത്തതെന്ന് പേര് കൊടുത്തതാണെന്നാ പറയുന്നത്. അതിനെ ബേസ് ചെയ്തോ, അതാണ് ടൈഗർ സൽമാൻ ഖാന്റെ, അതിനെ ബേസ് ചെയ്ത മൂവിയാണ്. That's the thing about raw agents. Even your motherland would not claim you if you were caught. That's the thing about any agent. Any Disavow. spy. Any spy. Disavow. No, they'll just say, no, ഇത് നമ്മുടെ ആളല്ല എന്ന് publicly at least
They might try to get him out somewhere else, but there is always a chance that you will be abandoned. നമ്മുടെ ഒരു നേവൽ ഓഫീസർ ഉണ്ടായിരുന്നല്ലോ പാകിസ്ഥാനിൽ പഠിച്ച് ഇറാനിലെ മറ്റേ പോർട്ടിൽ അതിന്റെ Sarabjit Singh. അല്ലല്ല സരബ്ജിത് സിംഗ് അല്ല അത് പുള്ളിയെ ഇത് ചെയ്തല്ലോ, തടവിലാക്കിയതായിരുന്നല്ലോ. അത് പക്ഷേ he was not a naval officer. Spy ആണെന്ന് വിചാരിച്ച് തടവിലാക്കിയത്. She was not. പുള്ളി ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോയതെന്നാ പറയുന്നത്. ലാസ്റ്റ് പുള്ളി അറസ്റ്റ് ചെയ്തു. നമ്മൾ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിനെ ജയിലിൽ വെച്ച് തല്ലി. ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എനിവേ പുള്ളി ഇതേപോലെ ചിലപ്പോ വി ഡോണ്ട് നോ ഇഫ് ഹീസ് എ സ്പൈ ഓർ നോട്ട്. ഇദ്ദേഹത്തിനെ പക്ഷെ എനിക്ക് തോന്നുന്നു സ്പൈ ആണ്. കാരണം ഇദ്ദേഹത്തിനെ പിടിച്ച സമയത്ത് റോ ഏജൻസ് ഒരു ഒരു പാകിസ്ഥാനി മിലിറ്ററി ഓഫീസറിനെ നേപ്പാളിലേക്ക് വിളിച്ചു വരുത്തി, ഒരു സെക്യൂരിറ്റി ജോബ് കൊടുക്കാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ വെച്ച് പാകിസ്ഥാനി ഓഫീസറിനെ ഗായബാക്കി. സോ ഹീസ് ഇൻ അവർ കസ്റ്റഡി ട്രെയിൻ. സോ ഇൻ എ വേ മേ ബി എക്സ്ചേഞ്ചിന് വേണ്ടിയായിരിക്കും. ഇതെല്ലാം ക്വിറ്റ് പ്രോ ക്വോ ആണ്. കോമൺ ട്രോപ്പാണ് സ്പൈ മൂവീസിൽ. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു ക്വിഡ് പ്രോ കോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ ലിസ്റ്റ് ഉണ്ടാവും, അത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അണ്ടർ കവേഴ്സിന്റെ ലിസ്റ്റ് അത് വിൽക്കാൻ നടക്കുന്ന ഒരു സിനിമ വരാൻ എഴുതിരുന്നില്ലേ? I don't think it ever materialized. ഇതേമാരൊരു സിമിലർ ക്രിമിനൽ ആയിരുന്നു തോന്നുന്നു. ഇതേമാരൊരു വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഇത് കണ്ടത്. ഇതേമാതിരി ഏജൻസിന്റെ ഒരു ലിസ്റ്റ് ഇതായിട്ട് one by one they start dying. I don't think it ever. പക്ഷെ ധ്രുവങ്ങൾ 16 ഇറങ്ങിയ ആ വർഷം എങ്ങാണ്ട് അതിന്റെ ട്രെയിലർ പുറത്തു വന്നത് പക്ഷെ അത് ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ള. അത് ധ്രുവ നക്ഷത്രമാണോ? മറ്റേ ഗൗതം വാസുദേവ മേനോന്റെ ഒരു പടമാണോ? അത് വന്നില്ലല്ലോ. അത് വന്നു. അതിന്റെ ധ്രുവ നക്ഷത്രം കറക്റ്റ് പേര് വെച്ച എന്തോ ഒരു മാച്ച് ഉണ്ടായിരുന്നു. റോബർട്ട് ലൂട്ടിലും ബോൺ സീരീസ് വായിച്ചിട്ടില്ല, പക്ഷെ സിനിമ എല്ലാം കണ്ടതാണ്. സിനിമ പഴയതും പുതുതും ഒക്കെ കണ്ടു. അതൊരു പ്രത്യേകതരം സ്പൈ ആയിരുന്നു. Who doesn't remember? അതാ എത്രത്തോളം ആ ട്രെയിനിങ് ഡീപ്ലി പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. Subconscious. Your long-term memory is all gone, but your muscle memory is still there. അതെ. ഒരു സീൻ ഉണ്ടല്ലോ, പുള്ളി ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഹീസ് ഏബിൾ ടു റിക്കലക്ട് ദ രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് ഓഫ് എവറി കാർ പാർക്ഡ് ഔട്ട്സൈഡ് ദ റെസ്റ്റോറന്റ്. അതിലാന്ന് തോന്നിട്ട് സീൻ. ഇതില് ഈ ഇവനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിട്ട് കുറെ ഏജൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സീനുണ്ട്. അതായത് ഈ ഫസ്റ്റ് പടത്തിൽ തന്നെയാണ് പുള്ളീനെ, ഫസ്റ്റ് ആണോ സെക്കൻഡ് എന്നറിയില്ല, അതില് പുള്ളീനെ അൾട്ടിമേറ്റ് ആണോ സുപ്രമസി എനിക്ക് ഓർമ്മയില്ല, അതിൽ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കാണിക്കുന്നുണ്ട്. അതായത് ഓരോരുത്തർക്ക് കോഡ് നെയിം ഉണ്ട്. പ്രൊഫസർ, പുള്ളി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പിള്ളേരെ പഠിപ്പിക്കുന്നു. പുള്ളി ഇറങ്ങി വരുന്നു. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളി അപ്പം തന്നെ എല്ലാം ചുരുട്ടി വെച്ചിട്ട് നേരെ ബാക്കിലാക്കിയിട്ട് പോവുകയാണ്. പുള്ളിയുടെ കൂടെ മറ്റേ സാധനം ഉണ്ട്, അത് മാറ്റിയിട്ട് വേറെ എണ്ണം എടുക്കും. അതിനകത്ത് സ്നൈപ്പർ റൈഫിളാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് വരും. ഒരാൾ ഇറ്റലിയിൽ മറ്റേ സ്കൂട്ടറൊക്കെ ഓടിച്ച് ഇറക്കുവാണ്. ഇതൊക്കെ എല്ലാം ഈ പ്രോഗ്രാമിലുള്ളതാണ്. ട്രെഡ് സ്റ്റോണോ അങ്ങനെ എന്തൊരു പ്രോഗ്രാം വെച്ചിട്ടാണല്ലോ പുള്ളി ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ ആൾക്കാരാണ്. ആദ്യത്തെ 3 ബുക്ക് മാത്രമേ റോബർട്ട് ലഡ്ലം എഴുതിയിട്ടുള്ളൂ. അതൊക്കെയല്ല 90s ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു സ്പൈസിനും സ്പൈ ത്രില്ലേഴ്സിനും ഒക്കെ. കോൾഡ് വാറിന്റെ ഏറ. ആ സമയത്തുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് വെൽ നോൺ ആണ്. അതിനുശേഷം നമ്മൾ കുറച്ച് കർവ് ഡൗൺ ചെയ്തു. ലൈക്ക് ലേറ്റ് 90s ആയപ്പോഴേക്ക് we stopped even funding Baluchi rebels also. LTT-കാരെ അവർക്ക് ഫണ്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അത് തിരിച്ചടിയായി. അങ്ങനെ കുറെ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പം we just clamped down. കുറച്ചു നാൾ മുന്നേ ഇന്റർനെറ്റിൽ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു.
ഈ അൺനോൺ മെൻ എന്ന് പറഞ്ഞിട്ട് മീൻ ആർക്കെങ്കിലും അറിയാം? സോ പാകിസ്ഥാനില് ഓരോ ടെററിസ്റ്റ് നോൺ ആഹാ ടെററിസ്റ്റുകൾ എനിക്കറിയാം. അജ്ഞാതൻ. അതെ മരിച്ചു വീഴാൻ തുടങ്ങി. ആരെങ്കിലും കുറച്ച് അൺനോൺ ഗൺമെൻ വന്നിട്ട് വെടിയിച്ചു കൊല്ലുക. സോ അതിന് ചില്ലറക്കാരൊന്നും അല്ല. LTTയുടെ കമാൻഡേഴ്സും ജെയ്ഷിന്റെ ഒക്കെ കമാൻഡേഴ്സും മിഡ് ലെവൽ മുതലുള്ള ആൾക്കാരൊക്കെയാണ്. ആൻഡ് the common thing is they're all shot down by unknown gunmen. അപ്പൊ അതൊക്കെ ഇതൊരു ഇന്റർനെറ്റ് മീമായി. കൂടുതൽ ഇന്ത്യക്കാരാണ് പൊയ്ക്കൊണ്ട് വന്നത്. എന്തെങ്കിലും ഈ എന്താ പറയാ, ഏതെങ്കിലും പുതിയൊരു ടെററിസ്റ്റ് വരുമ്പോ ഇത് അൺനോൺ ഗൺമെന്മാര് നോക്കിക്കോളൂ വന്നു. ആൻഡ് കുറെ നാൾ ഇത് മീമായിട്ട് തന്നെ ഇരുന്നത്. ബിക്കോസ് ദർ ഇസ് നോ വേ ഓഫ് വെരിഫൈങ് അൺലെസ് അൺടിൽ കാനഡയില് ഒരു സിഖ് മിലിറ്റന്റിനെ കൊല്ലാൻ വേണ്ടി ഒരു ഇന്ത്യൻ അണ്ടർവേൾഡ് ഗാങ്സ്റ്ററിനെ പിടിച്ചല്ലോ. ആൻഡ് പുള്ളി കഥയൊക്കെ വിടാൻ തുടങ്ങി. പുള്ളി ഇന്ത്യൻസ് റിക്രൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. സോ അൺടിൽ ദെൻ ദിസ് വാസ് മീൻ. ദെൻ നൗ ഇറ്റ്സ് കൺസിഡർഡ് എ പോസിബിലിറ്റി. അതിന് മുന്നേ ഇത് ആർക്കും അറിയില്ല. ഇത് അമേരിക്കൻസ് ആണോ ചെയ്യുന്നത്, ഇന്ത്യൻസ് ആണോ ചെയ്യുന്നത്, അതോ ഇനി പാകിസ്ഥാനീസ് തന്നെ ആർ ദേ ക്ലീനിങ് ദർ ഹൗസ്? അജ്ഞാതന് ബട്ട് പണിയായിരിക്കും യൂഷ്വലി പറഞ്ഞത്. അതെ, പക്ഷെ യൂഷ്വലി അൺനോൺ ഇങ്ങനത്തെ ഉള്ള വാടക കൊലയാളികളെ വേണമെങ്കിൽ ഇറ്റ് കംസ് ഫ്രം ദ അണ്ടർവേൾഡ് ഓഫ് ദാറ്റ് സിറ്റി. എനിക്ക് തോന്നുന്നു ദുരന്തർ ആക്ച്വലി ബേസിക്കലി ഈ സിനിമ ഇറക്കിയത് ബേസിക്കലി കാണിക്കുന്നത് വെച്ചാൽ ഹി കംസ് ദാറ്റ് നമ്മുടെ കഥാനായകൻ ഹി കംസ് ആൻഡ് ഇൻഫിൽട്രേറ്റ്സ് ദ അണ്ടർവേൾഡ് ഓഫ് കറാച്ചി, റൈറ്റ്? അവിടുന്ന് പുള്ളി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതായിരിക്കാം ദുരന്തർ 2-ലെ സ്റ്റോറി എന്ന് എനിക്ക് തോന്നുന്നു. ഈ അതെ, ഡീപ് അണ്ടർ കവർ ഇസ് ലൈക്ക് എ പെർമനന്റ് പൊസിഷൻ. ഒരു കമ്പനി കയറി Deep 19 വർഷം അവിടുന്ന് റിട്ടയർ ചെയ്യണ അവസ്ഥയാണ്. പക്ഷെ ജെയിംസ് ബോണ്ട് ഇസ് എ കൺസൾട്ടന്റ്. അവിടെ പോകുന്നു, അവിടെ മുക്കുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, അവിടെ പൊട്ടിച്ച് തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നു. So do you want to be a permanent employee or a consultant in the spy world is a question. I'd rather be a consultant. So deep cover ഒരു സ്ഥലത്ത് ബോറടിക്കും. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ഡൂംസ്ഡേ കോൺസ്പിറസിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവസാനം അതിലൊരു ഒരു ഒരു എപ്പിലോഗ് ഉണ്ട്. അതിനകത്തൊരു ലിസ്റ്റ് ഓഫ് ഡെത്ത്സ് ഉണ്ട്, റിയൽ പീപ്പിൾ ഹു വർക്ക് ഇൻ US സ്പേസ് പ്രോഗ്രാംസ് ഓർ ഡിഫൻസ് പ്രോഗ്രാംസ് ആൻഡ് എവരിത്തിങ്. അപ്പോൾ എല്ലാവരുടെയും മരണം എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ചിലർ ഇതൊക്കെ ബുക്കുമായിട്ട് ലിങ്ക്ഡ് ആണോ എന്നറിയില്ല, കാരണം പുള്ളിയുടെ ഇൻസ്പിറേഷൻ ആ ലിസ്റ്റായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റേ സിഡ്നി ഷെൽട്ടൻ്റെ ഇൻസ്പിറേഷൻ എല്ലാം ആക്സിഡൻ്റൽ ഡെത്ത്സ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കവറപ്പിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ് കവറപ്പ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റും കവറപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അജ്ഞാതരുടെ വെടിയേറ്റ ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ പറ്റില്ല. ഇൻറ്റേർണലി ചിലപ്പോൾ ഇതുപോലെ ക്ലീനിങ് ദ ഹൗസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ റിക്രൂട്ട് ചെയ്ത് വന്ന് തട്ടുന്നുണ്ടാവാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നു? അതായത് ഇവർ ഇതിൻ്റെ ഹെഡാണ് എന്ന് വെച്ചിട്ട് ഇവർ തട്ടിക്കഴിഞ്ഞാൽ ഒരു ഹെഡ് പോയി കഴിഞ്ഞാൽ അടുത്ത ഹെഡ് വരും. ഇത് ഹൈഡ്ര പോലെയല്ലേ? അല്ലെങ്കിൽ ഇയാൾ മറ്റേ ഇന്നാൾ മൊസാദിൻ്റെ എന്തോ ഒരു ഇത് കണ്ടു, നമ്മുടെ വല്ലാത്ത കഥ, അതിൻ്റെ സംഭവം കണ്ടായിരുന്നു. അപ്പോൾ ഒരു കനേഡിയൻ ഒരു സയൻറ്റിസ്റ്റ് അല്ല, അയാൾ ഈ ഹോവിറ്റ്സർ തോക്കൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ എക്സ്പെർട്ടായിരുന്നു, ഡിസൈനറായിരുന്നു. അപ്പോൾ അയാളെ ഇവർ പോയിട്ട് അസാസിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളെ അസാസിനേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? കാരണം ഈ മൈറ്റ് ഹാവ് ആക്ച്വലി സെറ്റപ്പ് എ കമ്പനി, റൈറ്റ്? അപ്പോൾ പുള്ളി അസാസിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ കോൺട്രാക്ട് പോകാൻ നല്ല ചാൻസ് കിട്ടും. അതെ, പുള്ളി ഇവർക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു, സദ്ദാം ഹുസൈന് സപ്ലൈ ചെയ്യുമായിരുന്നു ഹോവിറ്റ്സർ. അപ്പോൾ അയാളെ പോയിട്ട് അസാസിനേറ്റ് ചെയ്തു. Depends. No, what is number 2 thought about the contract? I might have a very strong opinion and I'll say, okay, ഞാനിത് സൗദി അറേബ്യക്കാണ് വിൽക്കാൻ പോകുന്നത്. My subordinates might have a very completely different view, or my subordinates have been compromised. അതും ആവാം. അപ്പൊ എന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീൽ might fall through. അത് ഒരുപാട് കാര്യങ്ങള് റിവെഞ്ച് ആണ്, ശരിക്കും പറഞ്ഞ റിവെഞ്ച് ആണ് നോക്കുന്നത്. നമ്മുടെ മ്യൂണിക് സിനിമ ബേസ് ചെയ്തൊരു ഓപ്പറേഷനിലായിരുന്നു. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് ഈസ് പ്യൂർലി റിവെഞ്ച്. റാത്ത് ഓഫ് ഗോഡ്. അപ്പം അത് പ്യൂർലി റിവെഞ്ച് ആണ്. കാരണം മ്യൂണിക് ഒളിമ്പിക്സ് വെച്ച് ഇസ്രേലീസ് ലോസ്റ്റ് ഫേസ്.
ആൻഡ് അപ്പൊ അത് ട്രൂപ്സിന്റെ മൊറാൽ റേസ് ചെയ്യണം, ആൾക്കാരുടെ മൊറാൽ റേസ് ചെയ്യണം. സോ ദേ സെൻഡ് എ ടീം ഔട്ട് ദർ ടു കിൽ ഹൂവർ വാസ് ഇൻവോൾവ്. കാര്യം ശരിയാണ്, ഒരാളെ കൊന്നു കഴിയുമ്പോൾ അടുത്ത ആൾക്ക് പ്രൊമോഷൻ കിട്ടും, അത് വേറെ. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ ആൾക്കാരുടെ മൊറാൽ പോകും എന്നുള്ളതൊരു വലിയ സംഭവമാണ്. കാരണം ആഫ്റ്റർ ദിസ് ഇത് this thing went public also. It's not like a secret, you know, thing forever. I think they sent a message saying this is a It's a message. this is a message saying touches. This is what we will do. We will wait. We will tell. We will get you. Strong message ആണ്. I will say that is what they another situation. That is what they had to do. Otherwise, in Israel illa. Also, sometimes it's out of necessity also. Like ഇറാഖ് യുദ്ധം, അമേരിക്ക ഇറാഖ് ഇൻവേഡ് ചെയ്ത സമയത്ത് ഇസ്രായേലീസ് കുറെ ഏജന്റുമാരെ അയച്ചു. അവരുടെ മിഷൻ എന്ന് വെച്ചാൽ they went around and started assassinating all the Iraqi scientists, because they don't want those guys defecting to Pakistan or Iran or some other country. അങ്ങനെ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി. And these are totally innocent people. പക്ഷെ കൊന്നു കളഞ്ഞു. സയന്റിസ്റ്റ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ്. അവര് ഡൂയിങ് വാട്ട് ദേ ഡു വെൽ, പക്ഷെ somebody thinks you shouldn't be doing your job. ശരിക്കും അതല്ലേ? Or you shouldn't be doing your job anymore. Or for the country that you're doing it for. You can't ask an Iranian nuclear scientist to come and build. അവര് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ബിൽഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. എന്തെങ്കിലും പുള്ളിയെ കൊന്നു കളയാന്ന് വരും. US കുറെ നാസി സയന്റിസ്റ്റുകളെ കൊണ്ടുപോയിട്ടുണ്ട്. റഷ്യ കൊണ്ടുപോകാതിരിക്കാൻ. റഷ്യ പേപ്പർ ക്ലിപ്പ് ആണോ? ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് അതാണോ? യെസ്, പേപ്പർ ക്ലിപ്പ്. Okay. There are some interesting operations where Indians, they used one militant group to finish other militant group, then they finished this first militant group. ഗ്യാങ് വാറിന്റെ കഥകൾ അങ്ങനെയല്ലേ? ഇത് ആക്ച്വലി ഗരുഡകാമന വൃഷഭവാഹന. ഇത് ആക്ച്വലി ഒരു ബർമീസ് മ്യാൻമറീസ് റിബൽ ഗ്രൂപ്പാണ്. അരാക്കനീസ് ഗ്രൂപ്പാണ്. അരാക്കൻ എന്ന് പറയുന്നത് ബർമയ്ക്കകത്തുള്ള ഒരു ടെറിട്ടറിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിന് ഇന്ത്യക്കാർ പൈസ കൊടുത്ത് സപ്പോർട്ട് കൊടുത്തിട്ട് ഈ വെപ്പൺ സ്മഗ്ലേഴ്സിനെയൊക്കെ ആക്രമിച്ചു കൊന്നൊടുക്കി. ഈവൻച്വലി അതെല്ലാം കഴിഞ്ഞപ്പോ they finished off this group also. I think it was called Operation Cactus. I'm not sure. ഞാനിന്ന് ഗുഡ് റീഡ്സ് ആഡ് ചെയ്ത് നിറച്ചേക്ക് വേണം. ഇനി ഏതെങ്കിലും പുസ്തകം ആഡ് ചെയ്യാനുണ്ടോ? സൈഡിൽ കുറെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ ഇരിക്കുന്നുണ്ട്? നൈറ്റ് ട്രെയിൻ. ഞാൻ വിചാരിച്ചതൊക്കെ കൂടുതലും കോവേർട്ട് ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. അതുകൊണ്ട് എക്സാക്ട്ലി സ്പൈല് വരുമെന്ന് അറിയില്ല. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് സ്മാഷ് ആൻഡ് ഗ്രാബ്. ഇത് ടിൽ 1975 സിക്കിം വാസ് എ ഇൻഡിപെൻഡന്റ് കൺട്രി, ഭൂട്ടാനൊക്കെ പോലെ. നമ്മൾ ഇന്ത്യക്കാരത് ചേർത്ത്. That also, it's a covert operation and spy. ഒരു സിംഗുലർ സ്പൈ അല്ല. But we Indians influenced the Nepalese majority in that country to sort of hold a plebiscite to join India. അതുവരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് എന്ന് വെച്ചാൽ ചോഗ്യാൽ. He had a ഭൂട്ടിയ വംശത്തിൽപ്പെട്ടാണ്. ഭൂട്ടാനിലെ അതേ വംശമാണ്, ഭൂട്ടിയ വംശത്തിൽപ്പെട്ടാണ്. അപ്പം അവരെ ആക്ച്വലി മൈനോറിറ്റി ആയി. കാരണം ഗൂർഖകൾ ഇഷ്ടം പോലെ, നേപ്പാളീസ് ഇഷ്ടം പോലെ മൈഗ്രേറ്റ് ചെയ്തു, അവരായി മെജോറിറ്റി. അപ്പൊ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്നാ പറയുന്നത്. റോയെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, ഈ രാജ്യത്ത് സിക്കിം നമ്മളോട് ചേർത്തു എന്നാ പറയുന്നത്. സോ അതിന്റെ ഒരു ബുക്കാണ് സ്മാഷ് ആൻഡ് ഗ്രാബ്, ദ അനക്സേഷൻ ഓഫ് സിക്കിം. ഐ തിങ്ക് ചൈനയൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല സിക്കിം ഇന്ത്യയുടെ ഭാഗമായത്.
So other books I'll leave it because it's more, specific operations. ഇത് രണ്ടും മൊസാദിന്റെ ഇസ്രയേലിന്റെയാണ്. ഉം. Then this is interesting. The Purulia പുരുലിയ guns ഉം. guns Armstrong. from അപ്പം അത് പറയുന്ന CIA-യും റോയും കമ്മ്യൂണിസത്തിനെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിനെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആനന്ദമാർഗ് എന്ന് പറഞ്ഞൊരു കൾട്ടിന് ഡ്രോപ്പ് ചെയ്ത വെപ്പൺസ് ആണെന്ന് പറയുന്നുണ്ട്. വി ഡോണ്ട് നോ ഫോർ ഷുവർ. എനിവേ അതിന്റെ മർഗീസ് 80s വളരെ പോപ്പുലർ ഒരു ഭക്തി ഇറ്റ് ഈസ് കൾട്ടായിരുന്നു അത്. പിന്നെ I think കൂടുതൽ കൊച്ചിയിലൊക്കെ അവരുടെ ആൾക്കാരുണ്ടായിരുന്നു. എന്റെ ഓ ഓർമ്മ ഓക്കെ. ശരിയാണ്. Yeah. ആ മാർഗം തന്നെയാണ് ഈ പുരുലിയ മാർഗം നമുക്കറിയൂ. അല്ല അത് അറിയില്ല കേട്ടോ. ആ മാർഗമാണ് ഈ മാർഗി. ആനന്ദമാർഗീസ് ഞാൻ കേട്ടിട്ടുണ്ട്. സംവേരൻ കളക്ഷൻ, കൊച്ചി കളക്ഷൻ ഉണ്ടാവും. ബുക്ക് ഞാൻ വായിച്ചില്ല. പണ്ട് ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് വാങ്ങിച്ചതാണ്. ദാറ്റ്സ് ഓൾ. മൊസാദിന്റെ ഇത് പറഞ്ഞപ്പോ I've got one more. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഡാനിയൽ സിൽവ എന്ന് പറഞ്ഞ ഓത്തർ. ഹി റൈറ്റ്സ് ബേസ്ഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഒരു വിങ്ങിന്റെ ഫിക്ഷണൽ വിങ് ആണെന്ന് തോന്നുന്നു. എവറി ജൂലൈ ഹി പ്രൊഡ്യൂസസ് വൺ ബുക്ക്. ഇറ്റ്സ് ഞാനൊരു 10-12 വർഷമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സീരീസ്. നോട്ട് റെഡ് ഇൻ ദ ലാസ്റ്റ് 3 years ഞാൻ വായിച്ചിട്ടില്ല. അതിന് മുമ്പുള്ള എല്ലാ ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വേൾഡ് ബിൽഡിംഗ് ഇൻ ഇറ്റ് സെൽഫ്. ഗബ്രിയൽ അലോൺ എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ Jew ആണ്. But he moved to he was born in Israel. His mother and father are Holocaust survivors who refused to talk about Holocaust. അച്ഛൻ 6-day വാറിൽ മരിച്ച ഒരു ഇസ്രായേലി സോൾജർ ആണ് ഈ. And it's a complete world building of ആ ഓഫീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത്. Each book is ഒരു സെപ്പറേറ്റ് മിഷൻ ആണ്. എൻഡ് ഓഫ് ഇറ്റ് ഇറ്റ്സ് എ മിഷൻ. ഇറ്റ്സ് കുക്കി കട്ടർ ടെയിൽ ആണത്. അതായത് ഇവര് ഒരു മിഷൻ, വളരെ സിമ്പിൾ ഒരു മിഷൻ വരുന്നു. ഇവരത് ചെന്ന് തലയിടുന്നു. തലയിട്ടൊരു 80% ഓക്കെ ആയിട്ട് പോകുന്നു. ഇപ്പൊ നമ്മൾ ഇതോടൊപ്പം കഥ കഴിയും. കാരണം ബുക്ക് പകുതി ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് കഥ ഇപ്പൊ കഴിയില്ല. അത് കാരണം അവസാനം എന്തെങ്കിലും കംപ്ലീറ്റ്ലി കൊളമാവുന്നു. ആൻഡ് ദെൻ ദേ നീഡ് ടു on the spot they need to change their tactics to get people out of it. And idile books il ഏറ്റവും important thing is they never leave their agents behind. However hard they try to get people back. ഈ കഥയിൽ if I'm not wrong, Gabriel Allen was first recruited for Operation Racketeer. He was one of the team members. Fictionally he is part of that team that did. And I think that changes him completely as a person. He's an art curator. Basically, I'm a painter. So he's a very gentle person. And Gabriel Allen is described as a adhiga height onnilla, adur kunju mentionan, very unassuming ആയിട്ടുള്ള മനുഷ്യനാണ്. He can speak multiple languages. Is ഭയങ്കര രസമുള്ള ഒരു സീരീസ് ആണ്. If you start it, it's quite, ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിരുന്നു. And then eventually I grew out. Lot of very engaging spy thrillers. കൂടുതൽ ഇങ്ങനത്തെ എക്സ്ട്രോർഡിനറി ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടികളല്ല. എക്സ്പ്ലോഡിങ് പെന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ദർ ഇസ് എ ലോട്ട് ഓഫ് കറന്റ് പൊളിറ്റിക്കൽ ഇത്. അതിൽ ഒരെണ്ണം ഇറാന്റെ ന്യൂക്ലിയർ ഇതില് ഒരു സൈഡ് പ്ലോട്ട് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. ഹൗ ദ ടെക്സ് ഹാവ് ആക്ച്വലി ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അവരുടെ ഇറാനിയൻ ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്ലാന്റിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ കഥകൾ. കുറെയൊക്കെ നമ്മുടെ എന്താ പറയാ, നാസി ആർട്ട്, ലൂട്ടഡ് ആർട്ട് തിരിച്ചു കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനത്തെ കുറെ കഥകളുണ്ട്. There was one which I think one of the recent ones was Russia based ആയിരുന്നു. അതില് എൻറ്റയർ റഷ്യൻ ഇതിലെ ആൾക്കാര് is actually പുടിനും അയാളുടെ ഫ്രണ്ട്സും കഥയാണ്.
And it talks about ഒരു ബിസിനസ്മാൻ who grew up with Putin. അങ്ങനത്തെ ഒരാളുണ്ട് ആക്ച്വലി. ആൻഡ് ജനറലി ഇങ്ങനത്തെ ആൾക്കാർ മരിക്കുന്നത് റഷ്യയിൽ മരിക്കുന്നത് ബിൽഡിങ്ങിൽ നിന്ന് വീണിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേൽ ലൈക്ക് ദാറ്റ്. പുട്ടിൻ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ബിൽഡിങ്ങിൽ നിന്ന് വീണ് മരിക്കും എന്ന് പറയുന്ന അതുമാരൊരു അത് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇതാണ്. മേ ബി ഇഫ് യു ഗെറ്റ് എ ചാൻസ് you should explore. I think first few books are very good. Prince of Fire, I think that's the first one. It's an excellent book. Angel of Death and Prince of Fire. അതാണ് അതിൽ ഏറ്റവും നല്ല ബുക്സ്. You get a chance. Hi. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് വിത്ത് us ഫോർ അനദർ എപ്പിസോഡ് ഓഫ് എഴുതാപ്പുറം. അടുത്ത നമ്മൾ വരാൻ പോകുന്ന ടോപ്പിക്ക് 2010 ശേഷമുള്ള മലയാളം ലിറ്റററി ഫിക്ഷനെ കുറിച്ചുള്ള ഒരു 2 എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ അതുവരെ വിട പറയുന്നു. സീ യു ആൾ, ടേക്ക് കെയർ.